സ്നേഹം നിറഞ്ഞ ബന്ധുജനങ്ങളെ, ആരാധ്യരായ നാട്ടുകാർ, വടക്കാഞ്ചേരി നിയോജക മണ്ഡലത്തിലെ ഒന്നുകൂടി കൃത്യമായി പറഞ്ഞല്ലേ പാർലിക്കാട് മുണ്ടത്തിക്കോട് മേഖലകളിൽ മതേതരത്വം എന്താണ് എന്നതിനെപ്പറ്റി വളരെ ഗഹനവും വിശദവുമായ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ ഒറ്റക്കെട്ടായി വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ആഭിമുഖ്യത്തിൽ നമുക്കുള്ള വേദനകൾ എന്താണ്, അതിലുപരി നമ്മുടെ ലക്ഷ്യങ്ങൾ എന്താണ് എന്ന് വിളംബരം ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഇന്നലെ മുഴുവൻ ഗ്രാമപ്രദക്ഷിണം നടത്തി. ഇന്ന് നമുക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്, അത് എന്താണ് എന്ന വിളംബരവുമായി നമ്മളിവിടെ എത്തിയിരിക്കുകയാണ്. അതിന്റെ കേന്ദ്രസ്ഥാനത്ത് ഭാരതം മുഴുവൻ ചർച്ച ചെയ്യുന്ന ഖർവാപ്പസി ആയിപ്പോയി എന്നുള്ളതും ഒരുപക്ഷെ ഈ മേഖലയിലുള്ളവരുടെ ഭാഗ്യം. കാരണം ഭാരതം മുഴുവൻ ചർച്ച ചെയ്യുന്ന ഒരു വിഷയം ചർച്ച ചെയ്യാൻ നിങ്ങൾക്കും അവസരം ലഭിച്ചു എന്നുള്ളത് ചില്ലറ കാര്യമൊന്നുമില്ല. അപ്പോൾ അത് ചർച്ച ചെയ്യാൻ നിങ്ങൾക്ക് ഭാഗ്യം ഉണ്ടായി എന്നുള്ളത്. അപ്പോ വടക്കാഞ്ചേരിയിലെ മുണ്ടത്തിക്കോട് പഞ്ചായത്തിന്റെ എല്ലാം തന്നെ ഹൃദയ തുടിപ്പുകൾ ഏറ്റുവാങ്ങുന്ന, അല്ലെങ്കിൽ ഇവിടം ഞങ്ങളുടേതാണ് എന്ന് വിശ്വസിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ, അവരെയാണ് ഇവിടെ നടന്ന ഖർവാപ്പസി സംഭവം ഏറ്റവും അധികം അസ്വസ്ഥരാക്കിയിരിക്കുന്നത്. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം ഖർവാപ്പസി തെറ്റാണ്. ഒരു ക്ഷേത്രത്തിൽ തീരെ നടക്കാൻ പാടില്ല. ഖർവാപ്പസി എന്ന സംഭവമേ നടക്കാൻ പാടില്ല. ഖർവാപ്പസി എന്ന് പറഞ്ഞാൽ ഹിന്ദു ധർമ്മത്തിൽ നിന്ന് ഏതെങ്കിലും കാരണങ്ങളെ കൊണ്ട് ഹിന്ദു ധർമ്മം ഉപേക്ഷിച്ച് പോകേണ്ടി വന്നവർ തിരിച്ച് സ്വന്തം തറവാട്ടിലേക്ക് മടങ്ങി വരുന്നതിനെയാണ് നമ്മൾ ഇപ്പോൾ നമ്മുടെ നാട്ടിൻപുറത്ത് മലയാളികളെക്കാൾ കൂടുതൽ ഹിന്ദിക്കാരും ഒറീസക്കാരും ബംഗാളികളും ഒക്കെ ഉള്ളത്. കാരണം പെട്രോൾ പമ്പ് പോയാൽ ഹിന്ദിയ കേൾക്കുക, ഹോട്ടലിൽ പോയാൽ ഹിന്ദിയ കേൾക്കുക, മറ്റേ കോൺക്രീറ്റ് ചെയ്യാൻ വരണവൻ ഹിന്ദിയ പറയുക. അതുകൊണ്ട് ഇപ്പോൾ തറവാട്ടിലേക്കുള്ള മടക്കത്തേക്കാൾ നമുക്ക് പരിചയം ഖർവാപ്പസിയാണ്. അപ്പോൾ സ്വന്തം തറവാട്ടിലേക്ക് മടങ്ങി വരുന്നത് ഇവിടുത്തെ ഒട്ടുമിക്ക രാഷ്ട്രീയക്കാരെ സംബന്ധിച്ചിടത്തോളം അബദ്ധമാണ്. പ്രത്യേകിച്ച് അത് ഇല്ലാതാക്കാൻ പരിശ്രമിക്കുന്നു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം. അവരുടെ പ്രഖ്യാപിത ലക്ഷ്യമാണ് ഖർവാപ്പസി ഇല്ലാതാക്കുക. ഖർവാപ്പസി ഏറ്റവും വലിയ വർഗീയതയാണ്, ഏറ്റവും വലിയ ഫാസിസമാണ്, ഏറ്റവും വലിയ തീവ്രവാദമാണ്. അതൊക്കെ തന്നെയാണ് നമുക്കും വേണമെങ്കിൽ, കാരണം CPM-കാരാണല്ലോ നമ്മളെ നയിക്കണം എന്നല്ലേ വിശ്വാസം, നമുക്കും ഇതൊക്കെ അങ്ങ് അംഗീകരിച്ചു കൊടുക്കാം. ഖർവാപ്പസി വർഗീയതയാണ്, ഫാസിസമാണ്, തീവ്രവാദമാണ്. ഖർവാപ്പസി നടത്തുന്നവർക്കെതിരെ കേസെടുക്കണം. അത് നടരാജ ക്ഷേത്രത്തിൽ കേസെടുക്കണം എന്നാണ് ഇപ്പൊ ഇവിടുത്തെ അല്ലെ. കേസെടുക്കാൻ മറ്റേ പോലീസിന് ഏതൊക്കെ വകുപ്പുകൾ പറഞ്ഞു കൊടുക്കുമോ നമുക്കറിയാം. അപ്പോ ഇതിന്റെ പശ്ചാത്തലത്തിൽ നമുക്ക് പറയാനുള്ളൊരു കാര്യമുണ്ട്. ഖർവാപ്പസി വർഗീയതയാണെങ്കിൽ, തീവ്രവാദമാണെങ്കിൽ, ഫാസിസമാണെങ്കിൽ അത് നടത്തിയവർക്കെതിരെ കേസെടുക്കണമെങ്കിൽ ആദ്യം കേസെടുക്കേണ്ടത് ശ്രീനാരായണ ഗുരുദേവനാൽ പ്രതിഷ്ഠിതമായ ഈ നടരാജ ക്ഷേത്രത്തിലല്ല ആദ്യം കേസെടുക്കേണ്ടത്. CPM-കാർ ആദ്യം പ്രതി ചേർക്കേണ്ടത് അവിടുത്തെ പൂജയായി പോയി എന്നതുകൊണ്ട് സമസ്താപരാധം പറയിച്ച ജിത്തു എന്ന ശാന്തിയോടല്ല, അവിടെ അതിന് വേണ്ടുന്ന എല്ലാ ഒത്താശകളും ചെയ്തു കൊടുത്ത് നിന്ന ഹൈന്ദവ സഹോദരങ്ങളോടല്ല. അതിനു മുൻപ് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. പിറന്നത് ആണായിട്ടാണ് എന്ന് ഉത്തമമായ ബോധ്യം ഉണ്ടെങ്കിൽ, പറയുന്ന വാക്കുകൾക്ക് പറയുന്നതിന്റെ അർത്ഥവിശുദ്ധി ഉണ്ടെങ്കിൽ, ജീവിതത്തിൽ എപ്പോഴെങ്കിലും പറഞ്ഞ കാര്യങ്ങൾ അനുസരിച്ച് ശീലമുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങളുടെ പ്രിയപ്പെട്ട ആലത്തൂർ MP ബിജുവിനെ ആദ്യം പുറത്താക്കുകയും രാജിവെപ്പിച്ചുകൊണ്ട് ആ ഖർവാപ്പസി നടത്തിയ ക്ഷേത്രത്തിനെതിരെ കേസെടുക്കുകയും ബിജുവിനെതിരെ കേസെടുക്കുകയും ചെയ്യാനുള്ള തന്റെ ഇടം ഉണ്ടെങ്കിൽ മാത്രം നടരാജ ക്ഷേത്രത്തിനെതിരെ ഉറഞ്ഞു തുള്ളുന്നതല്ലേ ഭംഗി? ആരായിരുന്നു ബിജു, ഇന്ന് ആരാണ്? ബിജുവിനോട് തന്നെ ചോദിക്കാമല്ലോ. ആലത്തൂരിന്റെ ഈ ഭാഗം അടക്കം ഉൾക്കൊണ്ട ആലത്തൂർ നിയോജക മണ്ഡലത്തിന്റെ MP അല്ലേ ബിജു? പട്ടികജാതിക്കാരന് സംവരണം ചെയ്തു വെച്ച സീറ്റല്ലേ അത്? നിങ്ങളുടെ പുറകെ നടന്ന് മുദ്രാവാക്യം വിളിക്കുകയും കൊടി പിടിക്കുകയും കൊല്ലാൻ പറയുമ്പോ കൊല്ലുകയും തല്ലാൻ പറയുമ്പോ തല്ലുകയും ചാവാൻ പറയുമ്പോ ചാവുകയും ചെയ്ത നിങ്ങൾക്ക് അടിമപ്പണി എടുത്ത ലക്ഷക്കണക്കിന് പട്ടികജാതി യുവാക്കൾ ഇവിടെ ഉണ്ടാകുമ്പോ അവർക്കാർക്കും സീറ്റ് കൊടുക്കാതെ സർട്ടിഫിക്കറ്റിന്റെ ബലത്തിൽ മാത്രം ഞാൻ ഹിന്ദുവായി എന്ന് പറഞ്ഞു വന്ന ഒരു PK ബിജു എങ്ങനെ ഇവിടുത്തെ സ്ഥാനാർത്ഥിയായി?
എങ്ങനെ ഇവിടെ ജയിച്ചു കയറി? അപ്പോ ഘർവാപ്പസിക്കെതിരെ നിങ്ങൾ പറയുന്നതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ആത്മാർത്ഥതയുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് പി കെ ബിജുവിന്റെ സ്ഥാനം രാജിവെപ്പിക്കുക. പി കെ ബിജുവിനെ തന്നെ സംഘടനയിൽ നിന്ന് പുറത്താക്കുക. കാരണം ഘർവാപ്പസി തെറ്റല്ലേ? അത് ചെയ്യവനും ചെയ്തവനും ചെയ്യിച്ചവനും ഒക്കെ തെറ്റാണ്. അപ്പോ പി കെ ബിജു ഏത് ക്ഷേത്രത്തിലാണോ എവിടെയെങ്കിലും ശുദ്ധീകരണം നടത്താതെ പി കെ ബിജുവിന് തിരിച്ച് ഹിന്ദു ആകാൻ കഴിയില്ല. ഗസറ്റിൽ നോട്ടിഫിക്കേഷൻ ചെയ്തത് കൊണ്ട് മാത്രം, ഗസറ്റ് നോട്ടിഫിക്കേഷന് മുൻപായി കൊണ്ട് നടക്കേണ്ടുന്ന കർമ്മമുണ്ട്, ശുദ്ധികർമ്മം. ആ കർമ്മം നടത്താതെ 2006 വരെയും ഹിന്ദുവായി മറ്റേ ക്രിസ്ത്യാനിയായി ജീവിച്ച പി കെ ബിജുവിന്, കെട്ട് പള്ളിയിൽ വെച്ച് നടത്തിയ പി കെ ബിജുവിന് തിരിച്ച് ശുദ്ധീകർമ്മം നടത്താതെ ഹിന്ദു സർട്ടിഫിക്കറ്റ് കിട്ടില്ല. അപ്പൊ പാവപ്പെട്ട പട്ടികജാതിക്കാരന്റെ അവകാശത്തിൽ കൈയിട്ട് വാങ്ങാൻ വേണ്ടി മാത്രം ഹിന്ദു സർട്ടിഫിക്കറ്റ് സംഘടിപ്പിച്ച ഒരു കോലത്തെ എഴുന്നള്ളിച്ച് നിയോജക മണ്ഡലം മുഴുവൻ നടത്തി ഇവിടുത്തെ പാവപ്പെട്ടവന്റെ വോട്ട് വാങ്ങിച്ചവർ ഇന്നൊരു ക്ഷേത്രത്തിന്റെ മണ്ടയ്ക്ക് കുതിര കയറുന്നു. അതിന്റെ വിശ്വാസികളുടെ മണ്ടയ്ക്ക് കുതിര കയറുന്നു. അവിടെയാണ് പറഞ്ഞത്, വാക്കും പ്രവൃത്തിയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടെങ്കിൽ നമ്മൾ ഇത് ആദ്യം പ്രതീക്ഷിക്കുന്നു. കാരണം അവിടെ നിന്ന് തുടങ്ങാൻ നമുക്ക്. പി കെ ബിജു ഉണ്ട്, കോൺഗ്രസുകാർക്കും ഉണ്ട്, അവർക്ക് ഇഷ്ടം പോലെ മാതൃക കാണിച്ചു കൊടുക്കാൻ. മാവേലിക്കര MP ആയ കൊടിക്കുന്നിൽ സുരേഷ്, ഈ കൊടിക്കുന്നിൽ സുരേഷും സർട്ടിഫിക്കറ്റ് ഹിന്ദുവാണ്. മതം മാറി സർട്ടിഫിക്കറ്റ് പ്രകാരം ഹിന്ദുവായ ആളാണ് അദ്ദേഹം. അവരൊക്കെ തന്നെ പൂർവ്വജർ, ബിജുവിന്റെ ആകാം, കൊടിക്കുന്നിൽ സുരേഷിന്റെ ആകാം, എല്ലാം പൂർവികർ ഹിന്ദുക്കളാണ്. 2ഓ 3ഓ തലമുറ മുമ്പ് മാറിയതാണ്. ആ ഒറ്റ ബലത്തിലാണ് അവർ സർട്ടിഫിക്കറ്റ് ഹിന്ദുക്കളായി തിരിച്ചു വന്നത്. അത് ശരിയാണെങ്കിൽ ഇത് മാത്രമേ ഇവിടുന്ന് തെറ്റാവുന്നു. ഇനി ഇവിടെ ആമുഖ പ്രഭാഷണത്തില് ഏറെ കേട്ടിട്ടുള്ള നിങ്ങളുടെ കാര്യങ്ങൾ ഞാൻ ഇവിടെ നിന്നാണ് വിശദമായി മനസ്സിലാക്കുന്നത്, ബാക്കി പത്രമാധ്യമങ്ങളിൽ നിന്നും. വിശദമായി എല്ലാവരെയും വേദനിപ്പിച്ചൊരു സംഗതി, ഇത് ശ്രീനാരായണ ഗുരുദേവനാൽ പ്രതിഷ്ഠിതമായ ക്ഷേത്രമാണെന്നാണ്. ശ്രീനാരായണ ഗുരുദേവൻ ആരാണ് എന്നൊന്ന് പഠിച്ചിട്ട് പോരെ നമുക്ക് എല്ലാവർക്കും ഈ വെപ്രാളം? അയിത്തത്തിൽ മനംനൊന്ത് ഹൈന്ദവ സമാജത്തിലെ അറിവില്ലായ്മയുടെ ഭാഗമായി ആ ഉച്ചനീചത്വം ഹൈന്ദവ സമാജത്തിലെ എല്ലാവർക്കും ഇടയിൽ ഉണ്ടായിട്ടുണ്ട്. അതിൽ ആരെയും നമുക്ക് മാറ്റി നിർത്താനില്ല. എല്ലാവർക്കും ഇടയിൽ ആ ഉച്ചനീചത്വങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായി അയിത്തത്തിൽ അല്ലെങ്കിൽ വ്യസനിച്ച് ഒരു കൂട്ടം ഏഴവർ ക്രിസ്തുമതം സ്വീകരിക്കുകയുണ്ടായി. അവിടെ അയിത്തമില്ല എന്ന് പാവങ്ങൾ തെറ്റിദ്ധരിച്ചത്. പോയവർക്ക് പിന്നെ മനസ്സിലായി പോയാൽ അവിടെ എന്താ സംഭവിക്കുക എന്നുള്ളത്. കാരണം 10 അനുഭവസ്ഥൻ പറഞ്ഞത്, അത്തരത്തിൽ പോയ ഒരാള് ഞങ്ങളോട് തിരിച്ചു പറഞ്ഞത്, ഈ ഗർഭാപ്പസിയിലൊക്കെ മടങ്ങി വന്ന ഒരു കൂട്ടര് ഞങ്ങളോട് പറഞ്ഞതാണ്, 10 പുലയ ക്രിസ്ത്യാനി മതം മാറി, 10 പേര് ഒന്നിച്ച്, ഒരു കുടുംബത്തിലെ 10 പേര് ഒന്നിച്ച് ഒരു പള്ളിയിൽ മതം മാറി ക്രിസ്ത്യാനിയായി പോയി. ഉടനെ പള്ളി രജിസ്റ്ററിൽ എഴുതി വെച്ചു ഇത്രേ, പൂക്രി 10 എന്ന്. പൂക്രി 10 പുലയ ക്രിസ്ത്യാനി 10, മണ്ണാൻ 4 മാറിയ മാക്രി 4. അപ്പൊ അവിടെ ചെന്നാൽ ഒരു യഥാർത്ഥ ക്രിസ്ത്യാനി അല്ല. അപ്പൊ പൂക്രിയായി, മാക്രിയായി, ഈക്രിയായി ഒക്കെ പോയി. ഈ പോയ സന്ദർഭത്തില് ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് എന്ന സന്ദേശം ലോകം മുഴുവൻ ആത്മാർത്ഥമായി തന്നെ പ്രചരിപ്പിച്ച ശ്രീനാരായണ ഗുരുദേവൻ തന്റെ പേര് വെച്ച് വിവേകോദയം മാസികയിൽ എഴുതിയ ലേഖനം ഇന്നും ലഭ്യമാണ്. പുതുവിശ്വാസം സ്വീകരിച്ചു പോയവർ ആ വിശ്വാസത്തിൽ നിന്നും മാറിയല്ലാതെ അവരെ SNDPയുടെ യോഗങ്ങളിൽ പങ്കെടുപ്പിക്കരുത്. ഇത് RSSകാർ എടുത്ത തീരുമാനമല്ല, ഇത് വിശ്വ ഹിന്ദു പരിഷത്ത് എടുത്ത തീരുമാനമല്ല, ഇത് ഹിന്ദു ഐക്യവേദി എടുത്ത തീരുമാനമല്ല. ശ്രീനാരായണ ഗുരുദേവൻ വിവേകോദയം മാസികയില് പേര് വെച്ച് എഴുതിയതാണ്. എന്തൊക്കെയോ അറിവില്ലായ്മയുടെ പേരിൽ പുതിയ മതത്തിന്റെ പുറകെ പോയവർ, പുതിയ വിശ്വാസം സ്വീകരിച്ചവർ, അവർ ആ വിശ്വാസം ഒഴിവാക്കി തിരിച്ചു വന്നല്ലാതെ അവരെ SNDP യോഗങ്ങളിൽ പങ്കെടുപ്പിക്കരുത്. കഴിഞ്ഞില്ല. NSSന്റെ സ്ഥാപകാചാര്യനായ മന്നത്ത് പത്മനാഭനും SNDPയുടെ ആരാധ്യനായ നേതാവായിരുന്ന R ശങ്കറും കേരളത്തിലെ ദേവസ്വം ബോർഡിന്റെ തലപ്പത്ത് ആരാധ്യമായ സ്ഥാനങ്ങളിൽ പ്രതിഷ്ഠിക്കപ്പെട്ടപ്പോൾ അന്ന് ദേവസ്വത്തിന്റെ ഒരു ഫണ്ട്, അന്ന് 1 ലക്ഷം തന്ന വിലയുള്ള കാലഘട്ടമാണ്, 1 ലക്ഷം രൂപ അവർ മാറ്റിവെച്ചത് ഇന്നും രേഖകളിൽ ലഭ്യമാണ്. ആ 1 ലക്ഷം രൂപ ഹിന്ദു ധർമ്മം ഉപേക്ഷിച്ച് പോകേണ്ടി വന്നവരെ തിരിച്ചു കൊണ്ടുവരാനുള്ളതായിരുന്നു. ഹിന്ദുക്കളിൽ നിന്നുള്ള മതം മാറ്റത്തെ തടയാൻ വേണ്ടിയുള്ളതായിരുന്നു. അതിന് SNDPയുടെ ആരാധ്യനായ നേതാവ് R ശങ്കറും NSSന്റെ സ്ഥാപക ആചാര്യനായ മന്നത്ത് പത്മനാഭനും ഇവർ ദേവസ്വം ബോർഡിന് നേതൃത്വം കൊടുത്തിരുന്നപ്പോഴാണ് ആ 1 ലക്ഷം രൂപ മാറ്റിവെച്ച് ഹിന്ദു സമൂഹത്തിൽ നിന്ന് അറിവില്ലായ്മ കൊണ്ടോ അവശത കൊണ്ടോ പോകേണ്ടി വന്നവരെ തിരിച്ചു കൊണ്ടുവരാൻ അത്തരം പല ചടങ്ങുകളും അന്ന് ദേവസ്വം ബോർഡിന്റെ ആഭിമുഖ്യത്തിൽ കേരളത്തിന്റെ പല ഭാഗങ്ങളിലും നടത്തിയിട്ടുണ്ട്. SNDPയുടെയും NSSന്റെയും മാത്രം സംഘടനാപരമായ താല്പര്യങ്ങളിലും ഇത്തരം ചടങ്ങുകൾ നടത്തപ്പെട്ടിട്ടുണ്ട്.
ഇനി ഇപ്പോഴത്തെ ഈ സങ്കീർണമായ കാലാവസ്ഥയിൽ ഘർവാപ്പസി വലിയ വിഷയമായ സന്ദർഭത്തില് അഭിമാനത്തോടെ പറയട്ടെ, ഘർവാപ്പസിയെ സർവാത്മന പിന്തുണച്ച ഏറ്റവും ആദ്യത്തെ സാമുദായിക സംഘടനാ നേതാവ് ആരാധ്യനായ വെള്ളാപ്പള്ളി നടേശൻ സാർ ആയിരുന്നു എന്ന സത്യവും നന്ദിയോടെ അഭിമാനത്തോടെ ഹൈന്ദവ സമാജം ഓർക്കുന്നു. ഇതിന്റെ തർക്കവും വിതർക്കവും ഒക്കെ നടന്നപ്പോ വെള്ളാപ്പള്ളിയാണ് പറഞ്ഞത്, ഇവിടുന്ന് അങ്ങോട്ട് പോണത് ശരിയാണെങ്കിൽ അവിടുന്ന് ഇങ്ങോട്ട് വന്നേ മതിയാകൂ, ഞങ്ങൾ സ്വീകരിക്കും. അന്ന് ഇടതുപക്ഷ മുന്നണിയുടെ കൺവീനറായ വൈക്കം വിശ്വനെ പോലുള്ളവര് ചോദിച്ചൊരു ചോദ്യമുണ്ട്, നിങ്ങളിപ്പോ ഇതൊക്കെ ഘർവാപ്പസി നടത്തി കൊണ്ടുപോകണു, ഇവരെ ഏത് ജാതിയിലാ പെടുത്തുക? പോണവരെ കൊടുക്കാനാണ്. നിങ്ങൾ ഇവരെ ഹിന്ദുവാക്കി കൊണ്ടുപോയാൽ ഇവർക്ക് ജാതി വേണ്ടേ? ഇവരെ ഏത് ജാതിയിലാ പെടുത്തുക? ഹിന്ദുക്കളെ ഒന്ന് വട്ടത്തിലാക്കാന്നുള്ള നിലയ്ക്കൊരു ചോദ്യം ചോദിച്ചതാ. ഈ ചോദ്യം കേട്ടതും SNDPയുടെ ആരാധ്യനായ ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ സാർ പറഞ്ഞൊരു കാര്യമുണ്ട്, അവരെവിടെ പോകും എന്നുള്ളതിനെ പറ്റി ഓർത്ത് ഇവര് വിഷമിക്കണ്ട, ആരും സ്വീകരിക്കാനില്ലെങ്കിൽ SNDP അവരെ സ്വീകരിക്കും. പുതുതായി വരുന്ന മതമാർ ഹിന്ദുത്വത്തിലേക്ക് തിരിച്ചു വരുന്നവര് മറ്റൊരു ജാതിയും സ്വീകരിക്കാത്തൊരു സാഹചര്യം വന്നാൽ ഒരു സംശയവും വേണ്ട, അവർക്ക് ജാതി സർട്ടിഫിക്കറ്റ് കൊടുത്തുകൊണ്ട് അവരെ ഉൾക്കൊള്ളിക്കാൻ SNDP തയ്യാറാണ് എന്നുള്ളത് പരസ്യമായി പ്രസ്താവന നടത്തിയത് വെള്ളാപ്പള്ളി നടേശൻ സാറാണ്. ആടെന്തറിഞ്ഞു അങ്ങാടി വാണിഭം എന്ന പേരില് ഇവിടെ ആരെയൊക്കെയോ ഇട്ട് ആടിക്കളിക്കടാ കുഞ്ചിരാമ, ചാടിക്കളിക്കടാ കുഞ്ചിരാമ എന്ന് പറഞ്ഞ് അരയിൽ കുടുക്കിടിപ്പിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചാടിച്ചപ്പോൾ ഘർവാപ്പസിയേക്കാൾ വലിയ ചില വിഷയങ്ങൾ ഇവിടെ ചർച്ച ചെയ്യാനുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. ഘർവാപ്പസി സ്വാഭാവികമാണ്, അത് നടന്നേ തീരൂ, നടക്കും. കാരണം കാലങ്ങളായി ഹിന്ദു ധർമ്മത്തിൽ നിന്ന് അങ്ങോട്ട് പറഞ്ഞും വഞ്ചിച്ചും പറ്റിച്ചും ലക്ഷങ്ങളെ കൊണ്ടുപോയി കച്ചവടം നടത്തുമ്പോൾ ഹൈന്ദവ സമാജത്തിനുണ്ടായ വേദന ആരും തിരിച്ചറിഞ്ഞിട്ടില്ല, ഹൈന്ദവ സമാജത്തിനുണ്ടായ അപമാനം ആരും തിരിച്ചറിഞ്ഞിട്ടില്ല. ഈ തൃശ്ശൂർ ജില്ലയിൽ വരെ മുക്കിലും മൂലയിലും മതം മാറ്റക്കാർ അഴിഞ്ഞാടുന്നു. ബൈബിള് കൊടുത്തും മരി കൊടുത്തും പയറ് കൊടുത്തും പാൽപ്പടി കൊടുത്തും പ്രേമിച്ചും തീവ്രവാദത്തിലേക്ക് റിക്രൂട്ട് ചെയ്തും അങ്ങനെ 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 പല പേരുകളിൽ ഹിന്ദുക്കളെ ഹിന്ദുക്കളല്ലാതാക്കി മാറ്റുമ്പോൾ നപുംസകങ്ങളായ ഇത്തരം രാഷ്ട്രീയക്കാർ ഉറക്കമായിരുന്നു. 10-25 വർഷങ്ങൾക്ക് മുമ്പ് ഇപ്പോൾ ഈ കഥയിലെ കഥാപാത്രങ്ങളായ കുടുംബങ്ങൾ, ഇവിടെ ഈ നടരാജ്യ ക്ഷേത്രത്തിൽ വെച്ച് ഹിന്ദു ധർമ്മത്തിലേക്ക് തിരിച്ചു വന്ന ഈ കഥാപാത്രങ്ങൾ, ഇവർ 10-25 വർഷത്തിന് മുൻപ് വിവാഹത്തിന് വേണ്ടി മതം മാറിയപ്പോൾ അന്ന് ഇവിടെ മാർക്സിസ്റ്റുകാരുണ്ടായിരുന്നില്ലേ? 25 വർഷങ്ങൾക്കപ്പുറത്ത് 26-27 കൊല്ലം കൂട്ടുക, നമുക്ക് മൂത്ത കുട്ടിക്ക് 25-26 വയസ്സായി എന്നാ പറഞ്ഞത്. അപ്പൊ അതിന് 1-2 വർഷം മുമ്പ് കല്യാണം കഴിഞ്ഞിട്ടുണ്ടാകാം. വിവാഹ സമയത്ത് ആ ഒരു ഹൈന്ദവ സമാജത്തിൽ ജനിച്ച ഒരു പെൺകുട്ടിയെ വിവാഹ സ്വപ്നങ്ങളിൽ കുരുക്കി അല്ലെങ്കിൽ അതിനുവേണ്ടി മാത്രം മതം മാറേണ്ടി വന്നപ്പോൾ പുക്കാസക്കാർ ഇവിടെ ഉണ്ടായിരുന്നില്ലേ? വനിതാ സംഘടനകൾ ഇവിടെ ഉണ്ടായിരുന്നില്ലേ? അന്ന് ആരും എതിർത്തിട്ടില്ലല്ലോ. അതടക്കം 100 സംഭവങ്ങൾ നമ്മുടെ ചുറ്റും നടക്കുമ്പോൾ ഇവരെല്ലാം ഉറക്കത്തിലായിരുന്നില്ലേ? എത്ര ആളുകളെ ഈ തൃശ്ശൂർ ജില്ലയിലല്ലേ പോട്ട, ഈ തൃശ്ശൂർ ജില്ലയിലല്ലേ മുരിങ്ങൂര്, ആയിരങ്ങളെ ആട്ടിത്തൊളിച്ച് അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ രോഗശാന്തിയുടെ പേരിലും മറ്റു പലതിന്റെ പേരിലും തട്ടിപ്പ് നടത്തുമ്പോൾ കമാ എന്ന് മിണ്ടാത്ത രാഷ്ട്രീയക്കാര് അവര് ഘർവാപ്പസിയെ പറ്റി പറയുമ്പോൾ നമുക്ക് വലിയ പരിഭ്രമമൊന്നുമില്ല. കാരണം അവരാരുടെ പിണിയാളുകളാണ്, ആരിൽ നിന്ന് അച്ചാരം പറ്റിക്കൊണ്ടാണ് പ്രവർത്തിക്കുന്നത് എന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാകാം. അപ്പൊ ഘർവാപ്പസി എവിടെ ഇരിക്കട്ടെ, ഘർവാപ്പസിയേക്കാൾ വലുതായി ചർച്ച ചെയ്യേണ്ട ചില വിഷയങ്ങളുണ്ട്. അതിലൊന്ന് എന്താണ് ക്ഷേത്രം എന്നുള്ളത്. ഹിന്ദു ആരാണ്, എന്താണ് ക്ഷേത്രം? ഇവിടെ ഒരു ക്ഷേത്രത്തിന്റെ ഉത്സവത്തിൽ നടത്തിയ നായാട്ട് പറഞ്ഞു, ചെഗുവരയുടെ ഫോട്ടോ വെച്ചുകൊണ്ടും അല്ലെങ്കിൽ ബലികുടീരങ്ങളെ പാടിക്കൊണ്ടും നടന്നു. പക്ഷേ തിരിച്ച് മൂക്ക് കിഴിപ്പട്ടുള്ള എല്ലാ ഹിന്ദുവിന്റെയും ഉള്ളില് നമ്മളെ പോലെ തുറന്ന് ചോദിക്കാൻ ചിലപ്പോൾ തന്റെ ഇടം ഉണ്ടാവില്ല. വാതിൽ അടച്ചിട്ടെങ്കിലും ചോദിക്കുന്നുണ്ടാവും. വാതിൽ അടച്ചെങ്കിലും ഇവിടുത്തെ മുഴുവൻ ഹിന്ദുവും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഈ തൃശ്ശൂർ ജില്ലയിൽ എത്ര പള്ളികളുണ്ട്? ഈ പള്ളികൾക്കൊക്കെ പള്ളി പെരുന്നാളില്ലേ? ഈ പള്ളികൾക്കൊക്കെ എഴുന്നള്ളിപ്പില്ലേ? റാസ് നടക്കുന്നില്ലേ? അതുപോലുള്ള സംഭവങ്ങൾ നടക്കുന്നില്ലേ? ഇന്ന് ഈ നേരം വരെ ഏതെങ്കിലും ഒരു എഴുന്നള്ളിപ്പിൽ ചെഗുവരയുടെ ഒരു ഫോട്ടോ വെച്ചുകൊണ്ട് എഴുന്നള്ളിപ്പ് നടത്തിയിട്ടുണ്ടോ? ഏതെങ്കിലും ഒന്നിൽ ചെങ്കൊടി എടുത്തുകൊണ്ട് നിങ്ങൾ അണിചേർന്നിട്ടുണ്ടോ? ഈ തൃശ്ശൂർ ജില്ലയിൽ എത്ര മുസ്ലിം പള്ളികളുണ്ട്? എത്ര എണ്ണത്തിൽ ചന്ദനക്കുടം നേർച്ചയും അതുപോലുള്ള നേർച്ചകളും നടക്കുന്നുണ്ട്. ചേറ്റുവ പള്ളിയിൽ പണ്ട് ആന കുത്തിയതൊക്കെ ലോകം മുഴുവൻ മറ്റേ ഇതിലൊക്കെ കണ്ടതല്ലേ, സോഷ്യൽ മീഡിയകൾ വലിയ വൈറലാക്കി പരത്തിയതല്ലേ, ആന കുത്തിയത് ചേറ്റുവ പള്ളിയിൽ നടന്ന നേർച്ചയായിരുന്നില്ലേ? അതുപോലെ എത്ര മുസ്ലിം പള്ളികൾ ഇവിടെയുണ്ട്, അവിടെയൊക്കെ നേർച്ചകളുണ്ട്, എഴുന്നള്ളിപ്പുണ്ട്. മുസ്ലിങ്ങളും ഇല്ലേ സഖാക്കള്, ക്രിസ്ത്യാനികളും ഇല്ലേ സഖാക്കള്? ഇവിടുത്തെ ഹിന്ദുക്കൾ അഴിഞ്ഞാടിയതുപോലെ ഒരു ക്ഷേത്ര ഉത്സവത്തിൽ ഹിന്ദു സഖാക്കളെ കൊണ്ട് നിങ്ങൾ അഴിഞ്ഞാടിപ്പിച്ചതുപോലെ
കുട്ടിക്കൊരങ്ങന്മാരെ കൊണ്ട് ചുടുചോറ് വാരിപ്പിക്കുന്നത് പോലെ ഒരു ക്ഷേത്ര ചടങ്ങിനെ ഇത്തരത്തിലേക്ക് മാറ്റുന്നത് പോലെ കഴിയുമോ നിങ്ങൾക്കൊരു നേർച്ചയ്ക്ക് ചെങ്കൊടിയുമായി പോകാൻ? ചെഗുവേരയുടെ ഫോട്ടോ വെച്ചുകൊണ്ട്, ബലികുടീരങ്ങളെ പാടിക്കൊണ്ട്, വിപ്ലവ ഗാനങ്ങൾ ചൊല്ലിക്കൊണ്ട് കഴിയുമോ നിങ്ങൾക്കൊരു നേർച്ചയ്ക്ക് പോകാൻ? കഴിയുമോ ഒരു പള്ളി പെരുന്നാളിന് പോകാൻ? അപ്പൊ എല്ലാ ചവിട്ടും തൊഴിയും ഏൽക്കാൻ മാത്രം മലർന്നു കിടക്കുന്നവരാണോ ഹിന്ദുക്കള്? നിങ്ങൾ ഒരു നിലയും വിലയും കരുതാത്തവര്, അഭിമാനം എന്നൊന്നും ഇല്ലാത്തവരാണെന്ന് വിചാരിച്ചു. AC മൊയ്തീൻ അടക്കമുള്ളവരിനി AC അല്ല DC ആയാലും സ്വന്തം മതവിശ്വാസത്തിൽ കയറി കളിക്കാൻ തയ്യാറാവോ? ഇപ്പൊ AC ഉള്ളൂ അല്ലെ? അതിന് DC ആക്കിയിട്ടും കാര്യമൊന്നുമില്ല. AC ആയാലും DC ആയാലും പവർ ഒന്നാണ്. സ്വന്തം ആരാധനാലയത്തിൽ ഇതുപോലെ വരട്ടാൻ പറ്റുമോ? AC മൊയ്തീനോട് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്, ഇവിടെ ഏതെങ്കിലും പള്ളികൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇസ്ലാം മതത്തിലേക്ക് മതം മാറ്റുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ജിത്തുവിനെ വരട്ടിയതുപോലെ, ഹൈന്ദവ ക്ഷേത്രത്തിലെ പൂജാരിയെ വരട്ടിയതുപോലെ നിങ്ങൾക്ക് വരട്ടാൻ സാധിക്കുമോ? അപ്പൊ നിങ്ങളുടെ അവകാശവും അധികാരവും ഹൈന്ദവ ക്ഷേത്രങ്ങളിൽ മാത്രം പരിമിതമാണ്. വർഷങ്ങൾക്ക് മുമ്പ് 3-4 വർഷം കഴിഞ്ഞിട്ടുണ്ടാകും, മച്ചാട് നമുക്കറിയാം ഇതുപോലൊരു പരിപാടി നടത്തേണ്ടി വന്നു. മച്ചാട് തിരുവാണിക്കാവ് ക്ഷേത്രത്തിലെ ഭരണസമിതി ആരായിരിക്കണം എന്നുള്ളത് അവിടുത്തെ എക്സിക്യൂട്ടീവ് ഓഫീസറിൽ നിക്ഷിപ്തമായ അധികാരം ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം തെരഞ്ഞെടുത്ത് അയച്ച കമ്മിറ്റിയെ കേവലം പണ്ട് മറ്റേ സിസറിന്റെ പോക്കറ്റിൽ നിയമന ഉത്തരവ് എഴുതി കൊടുത്തിരുന്ന ഒരു MLA മന്ത്രി ഉണ്ടായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. അതുപോലെ സ്വന്തം അധികാരം ഉപയോഗിച്ചുകൊണ്ട് പാർട്ടി ഓഫീസിൽ നിന്ന് മച്ചാട് ക്ഷേത്രത്തിന്റെ ഭരണസമിതി ആരായിരിക്കണമെന്ന് ലെറ്റർ പാഡിൽ കത്ത് കൊടുത്തയച്ചാലാണ് MC മൊയ്തീൻ. അദ്ദേഹത്തിന് സ്വന്തം ജമാഅത്ത്, താൻ നിസ്കരിക്കുന്ന സ്വന്തം ജമാഅത്ത് പള്ളിയിൽ സാധിക്കുമോ? അവിടുത്തെ പള്ളി കമ്മിറ്റി ആരായിരിക്കണമെന്ന് MLA ലെറ്റർ പാഡിൽ കത്ത് കൊടുത്താൽ നടത്താൻ സാധിക്കുമോ? അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും വേട്ടയാടാനുള്ളത്, അപമാനിക്കാനുള്ളത്, അധികാരമില്ലാത്ത ഒരു സമൂഹമാണ് ഹിന്ദു സമൂഹം എന്ന് ഈ സംഭവത്തിലൂടെ ഒരിക്കൽ കൂടി തെളിയിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ഇവിടുത്തെ ഹിന്ദുക്കൾ ചിന്തിക്കേണ്ടത്, ഒന്നുകിൽ ആണുങ്ങളെ പോലെ ജീവിക്കുക, അല്ലെങ്കിൽ കൂട്ട ആത്മഹത്യക്ക് വിധേയമാവുക. ഇതിലേത് വേണമെന്നുള്ള ചോദ്യമാണ് ഹിന്ദുവിന്റെ മുന്നിൽ നിൽക്കുന്നത്. ഒന്നുകിൽ നമുക്ക് ഇവർക്ക് മുന്നിൽ വഴങ്ങി നിൽക്കാം, അപ്പാസ്വാമി പറഞ്ഞു നിൽക്കാം, ഉരുളാം അവർക്ക് മുന്നിൽ കടന്നിട്ട്. അതല്ല എങ്കിൽ ചങ്കൂറ്റത്തോടുകൂടി തല ഉയർത്തിപ്പിടിച്ച് നട്ടലുയർത്തി ജീവിക്കാം. ഇതിലേത് വേണം? ഇത് സംഘപരിവാറിന്റെ മാത്രം വിഷയമല്ല, മൊത്തം ഹിന്ദുവിന്റെ വിഷയമാണിത്. ഇത് ഓരോ ഹിന്ദുവും, നിങ്ങൾ ഇവിടുത്തെ വീടുകളിൽ ചെല്ലുക, അമ്മമാരുമായി സംസാരിക്കുക, രാഷ്ട്രീയത്തിന്റെ കെട്ടുപാടുകളില്ലാതെ അധികാരത്തിന് വേണ്ടി നായാട്ട് കാണിക്കാത്ത സാധാരണക്കാരായ അമ്മമാരോട് സംസാരിക്കുക. അവരുടെ ഉള്ള എവിടെയാണെന്ന് അറിയുക. ഇത്തരം സംഭവങ്ങളിൽ അവർക്ക് പറയാനുള്ളത് എന്താന്ന് കേൾക്കുക. അപ്പോ അതാണ് യഥാർത്ഥ ജനവികാരം. ഒരു രാഷ്ട്രീയത്തിന്റെ ഈ വാലായിക്കൊണ്ടല്ല അവർ സംസാരിക്കുക. അവരോട് ചോദിക്കുക, നാടിന്റെ ഹൃദയ തുടി പറയുക. അപ്പൊ എന്നെന്നും അപമാന ഭാരം സഹിച്ചുകൊണ്ട് ഹൈന്ദവ സമാജം ജീവിക്കില്ല. ഇവിടെ ഒരു പൂജാരിയെ കൊണ്ട് നിങ്ങൾക്ക് ചാനലിൽ കൊണ്ടുപോയി സമസ്താപരാധം പറയിപ്പിക്കാൻ പറ്റി. ഞാൻ അറിഞ്ഞില്ല, അവിടെ നടക്കുന്നത് മതം മാറ്റമാണെന്ന് ഞാൻ അറിഞ്ഞില്ല, അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ കൂടുമായിരുന്നില്ല എന്നൊക്കെ പാവത്തെ കൊണ്ട് പറയിപ്പിച്ചു. അതേസമയം നിങ്ങൾ ചിന്തിക്കുക, ഇവിടുത്തെ എല്ലാ ക്രിസ്ത്യൻ പള്ളിയിലും മാമോദീസ മുക്കാം, എല്ലാ ക്രിസ്ത്യൻ പള്ളിയിലും. ഈ പറഞ്ഞ രാഷ്ട്രീയക്കാരന് കഴിയോ ഏതെങ്കിലും ഒരു ക്രൈസ്തവ പാതിരിയെ കൊണ്ട് ഇതേപോലെ പറയിപ്പിക്കാൻ? ഞാൻ അറിഞ്ഞില്ല, എന്റെ മുമ്പിൽ കുറച്ചു പേരെ നിർത്തി അവരുടെ തലയിൽ കൂടി വെള്ളമൊഴിക്കാൻ പറഞ്ഞു, ഞാൻ വിചാരിച്ചു അവരെ കുളിപ്പിക്കാനാണെന്ന്, ഞാൻ അറിഞ്ഞില്ല മതം മാറ്റമാണെന്ന് എന്ന് ഏതെങ്കിലും ഒരു പാതിരിയെ കൊണ്ട് കുമ്പസരിപ്പിക്കാൻ കഴിയോ അവർക്ക്? ഇനി ഏതെങ്കിലും ഒരു ഇസ്ലാമിക പണ്ഡിതനെ കൊണ്ട്, അത് പൊന്നാനിയാകാം, മുഖത്താറാകാം, മഞ്ചേരിയാകാം, ഈരാറ്റുപേട്ടയാകാം, കേരളത്തിലെ എല്ലാ ഇസ്ലാമിക മതമാറ്റ കേന്ദ്രങ്ങളിൽ ഏതിനുമായിക്കൊള്ളട്ടെ, അവിടുത്തെ ഒരു ഇസ്ലാമിക പുരോഹിതനെ കൊണ്ട് ഈ പറഞ്ഞ രാഷ്ട്രീയക്കാരന് അവന്റെ അധികാരത്തിന്റെ ഡമ്പ് ഉപയോഗിച്ചുകൊണ്ട് പറയാൻ സാധിക്കോ? ഞാൻ അറിഞ്ഞില്ല, എന്റെ മുമ്പിൽ കുറച്ചു പേരെ കൊണ്ടു നിർത്തി അവിടെയും ഇവിടെയൊക്കെ കണ്ടിക്കാൻ പറഞ്ഞു, ഞാൻ വിചാരിച്ചു അധികം ഉള്ളതാണെന്ന്, എന്താ സംഗതി എന്ന് എനിക്ക് മനസ്സിലായില്ല, മനസ്സിലായാൽ ഞാൻ ചെയ്യുമായിരുന്നില്ല എന്ന് ഏതെങ്കിലും ഒരു ഇസ്ലാമിക പുരോഹിതനെ കൊണ്ട് സമസ്താപരാധം പറയിപ്പിക്കാൻ കഴിയുമോ? ഒരു ഹിന്ദു പൂജാരി സമസ്താപരാധം പറയേണ്ടി വന്നെങ്കിൽ, ഇവർക്ക് മുന്നിൽ തെറ്റു പറഞ്ഞ് ഏത്തമിടേണ്ടി വന്നെങ്കിൽ, ഹിന്ദുക്കൾ തിരിച്ചറിയുക, നമ്മളിൽ പട്ടരായാലും പട്ടികജാതിയായാലും പൂജാരിയാണെങ്കിലും തോട്ടിയാണെങ്കിലും ഇവിടുത്തെ രാഷ്ട്രീയക്കാരന്റെ അടിമയാണ് എന്ന് തിരുത്തണ്ടേ നമുക്കിത്? ഒരു പൂജാരിയെ കൊണ്ടാണ് ഈ സമസ്താപരാധം പറയിപ്പിച്ചത്, ഒരു പൂജാരിയെയാണ് 7-8 മുട്ടിച്ചത്, ഒരു ക്ഷേത്ര കമ്മിറ്റിയാണ് വരച്ച വരയിൽ നിർത്തിയത്. ചിന്തിക്കൂ, ഇങ്ങനെ വേണോ ക്ഷേത്രങ്ങളെന്ന് ആദ്യം ചിന്തിക്കാൻ. നമ്മുടെ അപമാനത്തിന്റെ ഭാരങ്ങളായിട്ട് അല്ലെങ്കിൽ അപമാനത്തിന്റെ തെളിവായിട്ട് ഇതുപോലെ നടത്തിക്കൊണ്ടു പോകണോ ക്ഷേത്രങ്ങള്?
ഇതിനായിരുന്നു വിപ്ലവം ജയിക്കട്ടെ, വിഗ്രഹങ്ങൾ തകരട്ടെ എന്ന് പറഞ്ഞപ്പോ ഒരു വിഗ്രഹം തകർക്കാതെ നെഞ്ചേറ്റി പിടിച്ചത് ഇതുപോലുള്ള അപമാനങ്ങൾ ഏറ്റുവാങ്ങാനായിരുന്നു. ഒരമ്പലം നശിച്ചാൽ അത്രയും അന്ധവിശ്വാസം നശിച്ചു എന്ന് പ്രചരിപ്പിച്ചപ്പോഴും ഓരോ അമ്പലത്തിലും പാഞ്ഞെത്തി വേർപ്പൊഴുക്കിയത്, നാണയത്തുട്ടുകൾ ശേഖരിച്ചത്, കല്ലുമ്മ കല്ല് കയറ്റി വെച്ചത് ഇത്തരം രാഷ്ട്രീയക്കാരനെ നായാട്ട് നടത്താൻ വേണ്ടിയായിരുന്നു. അവന്റെ പാർട്ടി ഓഫീസുകളാക്കി മാറ്റി കൊടുക്കാൻ വേണ്ടിയായിരുന്നു. കഴിയുമോ ഇവിടുത്തെ ഏതെങ്കിലും പള്ളികളിൽ കയറി നിരങ്ങാൻ? ഇല്ല എങ്കിൽ നമുക്ക് ഇത്തരത്തിൽ അപമാനമാണെങ്കിൽ ക്ഷേത്രങ്ങൾ വേണോ? ദൈവം എല്ലായിടത്തും ഉണ്ട്. മറിച്ച് ചിന്തിക്കേണ്ടി വരികയാണ്. ക്ഷേത്രങ്ങൾ കൂടിയേ തീരൂ, ക്ഷേത്രങ്ങൾ കൂടിയേ തീരൂ. അത് നടത്താനുള്ള ചങ്കൂറ്റവും ഒരു ടിപ്പു സുൽത്താൻമാർക്ക് മുന്നിലും പതറാത്തവരാണ്. ക്ഷേത്രത്തിമ്മ തൊട്ട് കളിച്ചവരാരും നേരെയായി പോയിട്ടുമില്ല. കാരണം അത് അതിന്റെ ആധികാരികമായ, അതിന്റെ മറ്റേ ശുദ്ധിപരമായ വിശ്വാസം. കേരളത്തിലെ ക്ഷേത്രങ്ങൾ നിരനിരയായി തകർത്ത ടിപ്പു നേരെ പോയത് ബ്രിട്ടീഷുകാരുടെ തോക്കിന്റെ മുമ്പിലേക്കാണ്. ഇന്ത്യയിലെ ക്ഷേത്രങ്ങളിലെ സ്വത്തുക്കൾ മുഴുവൻ പല പല തരത്തിൽ കൊണ്ടുപോയവർ ഇന്നും അടി തീർന്നിട്ടില്ല. പേർഷ്യക്കാരായിക്കൊള്ളട്ടെ. ബ്രിട്ടീഷ് സാമ്രാജ്യം അതോടുകൂടി നശിച്ചു. സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യം 1947 ആയപ്പോഴേക്കും ഒരു കഷ്ണം ബ്രെഡിന് വഴിയില്ലാത്തവരായി. അപ്പൊ ആ ഒരു അവസ്ഥയില് ഒന്നിന്റെ മുന്നിലും ശാസ്ത്രീയമായൊരു വിശ്വാസം എന്ന നിലയിൽ കൂസാതെ നിൽക്കുന്ന ഹൈന്ദവ സമാജം, ആ സമാജത്തെയാണ് ഇതേറെ വേദനിപ്പിക്കുന്നത്. ഇത്തരത്തിൽ ഇത് മൊത്തം സംഘപരിവാർ മാത്രമല്ല, എല്ലാ ഹിന്ദുവും നമ്മൾ അടിമകളല്ല എന്ന് നമുക്ക് നമ്മളെങ്കിലും ഒന്ന് ബോധ്യപ്പെടുത്തണ്ടേ? ഇവരൊക്കെ കൊട്ടണ താളത്തിന് ഇങ്ങനെ തുള്ളിയാൽ മതിയോ? നമുക്കൊന്ന് തെളിയിക്കണ്ടേ? കേരളത്തിലെ ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങള്, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങള്, അവിടെ പരിശോധിച്ചാൽ നമുക്കറിയാം നമ്മളായിട്ടൊന്നല്ല ഈ ഘർവാപ്പസി തുടങ്ങിയിരിക്കുന്നത്. കേരളത്തിലും നമ്മളായിട്ടല്ല തുടങ്ങിയിരിക്കുന്നത്. മഹാരാജാക്കന്മാരുടെ കാലത്തേ ഇതുണ്ട്. ശ്രീനാരായണ ഗുരുദേവൻ ഒക്കെ തന്നെയും ആവശ്യപ്പെട്ടത്. ശ്രീനാരായണ ഗുരുദേവൻ തന്റെ വത്സല ശിഷ്യനും മാനസപുത്രനും മലയാളത്തിന്റെ പ്രിയപ്പെട്ട കവിയുമായ കുമാരനാശാനെ കൊണ്ട് മതപരിവർത്തന രസവാദം എഴുതിച്ചതൊക്കെ തന്നെ ഇത്തരം മതമാറ്റങ്ങൾക്കെതിരെയാണ്. ഹിന്ദുക്കളിൽ നിന്ന് ആട്ടിത്തെളിച്ചു കൊണ്ടുപോകുന്നതിനെതിരെ, കൊണ്ടുപോയവർ തിരിച്ചു വരണം എന്ന ആഗ്രഹത്തിൽ തന്നെയാണ് കുമാരനാശാനെ കൊണ്ട് മതപരിവർത്തന രസവാദം എഴുതിച്ചത്. ഇതിപ്പോ ഒന്നും തുടങ്ങിയതല്ല, മഹാരാജാക്കന്മാരുടെ കാലത്തുണ്ടായിരുന്നു എന്നതിന്റെ തെളിവ് കേരളത്തിലെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിലൊക്കെ തന്നെ പരാവർത്തനം എന്നൊരു ചടങ്ങുണ്ട്. പരാവർത്തനം എന്ന് പറഞ്ഞാൽ ശയനപ്രദക്ഷിണമല്ല. പരാവർത്തനം എന്ന് പറഞ്ഞിരുന്നെങ്കിൽ തുലാഭാരമല്ല. പരാവർത്തനം എന്ന് പറഞ്ഞാൽ ഹിന്ദുവിലേക്ക് തിരിച്ചു വരുന്ന ചടങ്ങാണ്. ശുദ്ധീകരണങ്ങളുടെ പേരാണ് പരാവർത്തനം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ എല്ലാ ക്ഷേത്രങ്ങളിലും ഉണ്ട്. 150 രൂപയാണ് റേറ്റ്. 150 രൂപ റേറ്റിൽ പരാവർത്തനം എന്ന ചടങ്ങ് എല്ലാ ദേവസ്വം ബോർഡ്, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ 1348 ക്ഷേത്രങ്ങളിലും ഉണ്ട്. പക്ഷെ നിർഭാഗ്യവശാൽ നമ്മളിപ്പോൾ ഇതുപോലെ ഹിന്ദുവായേ തീരൂ എന്ന് പറയുന്ന ഒരു കുടുംബത്തെയും കൊണ്ട് നമ്മൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഒരു ക്ഷേത്രത്തിൽ പോയാൽ അവര് പറയുന്ന ഒരു കാര്യമുണ്ട്. സംഗതി ശരിയാ, വഴിപാട് ലിസ്റ്റിൽ പരാവർത്തനമുണ്ട്, പക്ഷേ അത് നടത്തി കൊടുക്കണ്ട എന്ന് ഞങ്ങൾക്ക് വാക്കാൽ നിർദ്ദേശം കിട്ടിയിട്ടുണ്ട്. നടത്തി കൊടുക്കണ്ട എന്ന് ഞങ്ങൾക്ക് വാക്കാൽ നിർദ്ദേശം കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് നടത്തുന്നില്ല. ആരാണ് വാക്കാൽ നിർദ്ദേശം കൊടുക്കാൻ അധികാരമുള്ളവർ? നാളെ ഇപ്പൊ CPM-ന്റെ പാർട്ടി പ്ലീനൻ 2 വർഷം മുമ്പ് പാലക്കാട് ചേർന്നപ്പോൾ അവരുടെ തീരുമാനം എടുത്തു, മേലിൽ ഗണപതി ഹോമം വേണ്ട, ചോറൂണ് നടത്തണ്ട, അമ്പലത്തിൽ കെട്ട് നടത്തണ്ട, ഇങ്ങനെയൊക്കെ ഒരു തീരുമാനം എടുക്കേണ്ടായി. ഇവർ ഒരിക്കൽ കൂടി ദേവസ്വം മന്ത്രിയായാൽ ഇവര് വാക്കാൽ നിർദ്ദേശം കൊടുക്കില്ലേ? തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ നല്ല കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ ഗണപതി ഹോമം നടത്തണ്ടെന്ന് വാക്കാൽ നിർദ്ദേശം കൊടുത്താൽ ഒരു ക്ഷേത്രത്തിൽ നടക്കേണ്ടുന്ന ചടങ്ങുകൾ ഒഴിവാക്കാൻ സാധിക്കുമെങ്കിൽ നാളെ ഇവർ വാക്കാൽ നിർദ്ദേശം കൊടുക്കില്ലേ? തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിൽ പരാവർത്തനം എന്ന ചടങ്ങ് നടത്തണ്ട എന്ന് പറഞ്ഞതുപോലെ ഗണപതി ഹോമം നടത്തണ്ടെന്ന്, മൃത്യുഞ്ജയ ഹോമം നടത്തണ്ടെന്ന്, ചോറൂണ് നടത്തി കൊടുക്കണ്ടെന്ന്, തുലാഭാരം നടത്തണ്ടെന്ന്. ഇത് ഇന്നേ ചിന്തിച്ചില്ലെങ്കിൽ നാളെ അത്തരം എതിർപ്പുകൾ കൂടി നമ്മൾ കാണേണ്ടി വരും. അപ്പൊ ആരാണ് ക്ഷേത്ര കാര്യങ്ങളിൽ അവസാനത്തെ വാക്ക് പറയേണ്ടത്? ക്ഷേത്രത്തിലെ വഴിപാട് ലിസ്റ്റിൽ ഉള്ളത് പോലും വാക്കാൽ നിർദ്ദേശം കൊടുക്കുന്നു. 1348 തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ക്ഷേത്രങ്ങളിൽ ഉള്ളൊരു വഴിപാട് പോലും നടത്തിയിട്ട് ഒരാൾ പോലും ഹിന്ദു ധർമ്മത്തിലേക്ക് വരരുത് എന്ന് വാശി പിടിക്കുന്നവരാണ്. അതേ മഹാരാജാവിന്റെ ഭരണത്തിന് കീഴിൽ ഉണ്ടായിരുന്ന പത്മനാഭസ്വാമിയുടെ സ്വത്തെടുത്ത് നാട്ടുകാർക്ക് വീതിച്ചു കൊടുക്കണമെന്നോ നാടിന്റെ സ്വത്താക്കി മാറ്റണമെന്നോ പറയുന്നവർ ഇതേ ആളുകളാണ്. ക്ഷേത്രത്തിലുള്ള രാജാക്കന്മാർ തുടങ്ങി വെച്ച ഒരു ചടങ്ങ് പോലും നടത്തരുത് എന്ന് ആവശ്യപ്പെടുന്നവരാണ് ഇവര്. ഇവിടെ നമ്മൾ തിരിച്ചറിയണം നമ്മൾ എന്തിനിവിടെ ജീവിക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്.
സാങ്കേതികമായി ഇന്നും ഭൂരിപക്ഷമുള്ള ഒരു ജനത, ഭാരതത്തിൽ മൃഗീയ ഭൂരിപക്ഷമുള്ള ഒരു ജനത, നമ്മളിൽ നിന്ന് ആയിരക്കണക്കിന് ആളുകൾ അങ്ങോട്ട് പോകുമ്പോൾ വേവും ചൂടുമില്ലാത്ത രാഷ്ട്രീയക്കാരനാണ് ഇത്തരത്തിലുള്ള ദുരവസ്ഥ നമുക്ക് ഉണ്ടാക്കുന്നത് എന്ന് പറയുമ്പോൾ ഇതൊക്കെ പൊളിച്ചെഴുതിയേ മതിയാവുള്ളൂ. CPM-ന്റെ കോട്ടയം ജില്ലാ സമ്മേളനം നടക്കുമ്പോൾ ഞാൻ നേരിട്ട് കേട്ടതാണ്. കോട്ടയം ജില്ലാ സമ്മേളനത്തില് നേതാക്കൾ അങ്ങനെ, ജില്ലയുടെ പൊതുസമ്മേളനം നടക്കുക, ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായിട്ട് നേതാക്കൾ അങ്ങനെ നെഞ്ചു വിങ്ങി സംസാരിക്കുക. ഇതന്നെയാ വിഷയം, ഘർവാപ്പസി തന്നെ. കോട്ടയത്തെ പറ്റി ഓർത്തിട്ട് അവർക്ക് ഇരിക്കപ്പുറത്തി നിക്കപ്പുറത്തിയില്ല. കാര്യം എന്താ? കോട്ടയം നശിക്കാൻ പോകുന്നു, കേരളമേ നശിക്കാൻ പോകുന്നു, കോട്ടയം പ്രത്യേകിച്ച്. കാരണം എന്തുകൊണ്ട്? കോട്ടയത്തെ 800 ക്രൈസ്തവ കുടുംബങ്ങളെ ഹിന്ദുക്കളാക്കി മാറ്റുമെന്ന് സംഘപരിവാരങ്ങൾ പ്രതിജ്ഞ ചെയ്തിട്ടുണ്ട്. ഇതായിരുന്നു നേതാക്കൾ ഉത്ബോധിപ്പിച്ചത്. കോട്ടയത്തെ 800 കുടുംബങ്ങളെ ഹിന്ദുക്കളാക്കി മാറ്റുമെന്ന് സംഘപരിവാരങ്ങൾ പ്രതിജ്ഞ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഞങ്ങളുടെ 4 പുറം നിന്ന് ഇൻകുലാബ് വിളിച്ചോളി എന്നാണ് പറഞ്ഞത്. 800 കുടുംബങ്ങളെ ഹിന്ദുക്കളാക്കും. മുന്നിലിരിക്കുന്നവന്റെ മനസ്സറിയണ്ടേ CPM? മുന്നിലിരിക്കുന്നവന്റെ മനസ്സറിയണം, അവൻ കോട്ടയം ജില്ലക്കാരനാണ്. 800 കുടുംബങ്ങളെ ക്രിസ്ത്യാനികളെ ഹിന്ദുക്കളാക്കി മാറ്റുമെന്ന വെപ്രാളമുള്ള ഈ നേതാവ് അല്ലെങ്കിൽ ഈ നേതാക്കള് അതേ കോട്ടയം ജില്ലയിൽ കോട്ടയം നഗരഭാഗത്ത് കോട്ടയം നഗരസഭയുടെ സ്ഥലം കയ്യേറിക്കൊണ്ട് തങ്കു പാസ്റ്റർ എന്ന ഒറ്റ മതമാഫിയ, പല മാഫിയയുടെ കൂട്ടത്തിൽ ഒന്നാണ് ഈ മതമാഫിയ, അവിടെ 5-8 വർഷമായി സ്വർഗീയ വിരുന്ന് സംഘടിപ്പിക്കുകയാണ്. ആ നഗരസഭയുടെ സ്ഥലമാണ്. ഹിന്ദു ഐക്യവേദി കേസ് നടത്തിയതിൽ അത് പൂട്ടിച്ചു. ഈ 8 വർഷം കൊണ്ട് എന്നാലും കച്ചവടം അവർക്ക് മോശമായിട്ടൊന്നുമില്ല. 8 കൊല്ലം കഴിഞ്ഞ് ഹിന്ദു ഐക്യവേദി പൂട്ടിച്ചു വെച്ചാൽ അവർക്ക് നഷ്ടമൊന്നും പറ്റിയിട്ടില്ല. ഈ 8 കൊല്ലം കൊണ്ട് കോട്ടയം നഗരഹൃദയത്തിൽ നടത്തി സ്വർഗീയ വിരുന്ന് എന്ന ഒറ്റ ചടങ്ങിലൂടെ 3000 ഈഴവ കുടുംബങ്ങള്, ഈ തങ്കു പാസ്റ്ററിന്റെ ഒറ്റ മതമാഫിയ 3000 ഈഴവ കുടുംബങ്ങളെ ക്രിസ്ത്യാനികളാക്കി മാറ്റിയിട്ടുണ്ട് എന്ന സത്യം ഈഴവന്റെ വേർപ്പിലും ഈഴവന്റെ ചോരയിലും പടുത്തുയർത്തിയ CPM തിരിച്ചറിയേണ്ടതായിരുന്നില്ലേ? എപ്പോഴെങ്കിലും അതിനെപ്പറ്റി വേവലാതിപ്പെട്ടിട്ടുണ്ടോ? 3000 ഈഴവ കുടുംബങ്ങളെ മാറ്റിക്കൊണ്ടുപോകുമ്പോൾ CPM-ന് വേവലാതി ഉണ്ടായിട്ടുണ്ടോ? 1800-ലധികം നായർ കുടുംബങ്ങള് ഈ ഒറ്റ മതമാഫിയ അവിടെ നിന്ന് മാറ്റിക്കൊണ്ടുപോയിട്ടുണ്ട് എന്ന സത്യം ഒരച്യുതാനന്ദനെ ഒഴിവാക്കിയാൽ നായരെയും നായന്മാരെയും മുഖ്യമന്ത്രിയാക്കിയ പരിചയമുള്ള പാരമ്പര്യമുള്ള CPM എപ്പോഴെങ്കിലും വേവലാതിപ്പെട്ടിട്ടുണ്ടോ? കാരണം മുഖ്യമന്ത്രി ആവാനെങ്കിൽ ഈ വാല് വേണ്ടേ? അതുകൊണ്ട് അത്തരം 1800 കുടുംബങ്ങളെ മതം മാറ്റി കൊണ്ടുപോയപ്പോൾ CPM അറിഞ്ഞിരുന്നു. എണ്ണിയാൽ തീരാത്തത്രയും പട്ടികജാതി കുടുംബങ്ങളെ, അതുപോലെ തന്നെ മറ്റു പിന്നോക്ക വിഭാഗങ്ങളെ പുറത്തു നിന്ന് ഒഴുകുന്ന പണത്തിന്റെ മാത്രം ഹുങ്കിൽ മതം മാറ്റുമ്പോൾ CPM ബൂത്ത് തലം തൊട്ട് സംസ്ഥാന തലം വരെ കോട്ടയത്ത് സമ്മേളനം നടത്തിയിട്ടില്ലേ? ബൂത്ത് തലം തൊട്ട് സമ്മേളനം നടത്തിയിട്ടില്ലേ? ഇതിൽ ഏതെങ്കിലും ഒരു സമ്മേളനത്തിൽ ഇത് വിഷയമായിട്ടുണ്ടോ? കോട്ടയത്ത് നടക്കുന്ന മതം മാറ്റം ബൂത്ത് തലം തൊട്ട് സംസ്ഥാന തലം വരെയുള്ള യോഗങ്ങൾക്ക് വേദിയായ കോട്ടയത്ത് എപ്പോഴെങ്കിലും CPM ഇതൊരു വിഷയമാക്കിയിട്ടുണ്ടോ? ഈ തൃശ്ശൂരിലേക്ക് മടങ്ങി വരൂ. ഇവിടെ 5 പേർ, ഒരു വിരലിൽ എണ്ണാവുന്ന 5 പേർ. ചിന്തിക്കണം നമ്മള്. ഈ കോലാഹലമൊക്കെ ഉണ്ടാക്കുന്നത് ഒരു വിരലിൽ എണ്ണാവുന്ന 5 പേർ സ്വധർമ്മത്തിലേക്ക് തിരിച്ചു വന്നതിനാണ്. നമ്മുടെ വേദന എവിടെയാണ് നമുക്ക് കൂടുതൽ തോന്നുന്നത്? ഒരു വിരലിൽ എണ്ണാവുന്ന 5 പേർ ഹിന്ദു ധർമ്മത്തിലേക്ക് തിരിച്ചു വന്നതിനാണ് CPM തുണി അഴിച്ചിട്ട് ചാടുന്നത്. ഈ തൃശ്ശൂർ ജില്ലയിൽ പ്രേമത്തിന്റെ പേരിൽ എത്ര പെൺകുട്ടികളെ ഇസ്ലാം മതത്തിലേക്ക് മതം മാറ്റിയിട്ടുണ്ട്? നിങ്ങൾ ഇതുവരെ അതിനെതിരെ ചെറുവിരലനക്കിയിട്ടുണ്ടോ? ജയിലുകളിൽ നിന്ന് എത്ര പേരെ മതം മാറ്റിയെടുത്തിട്ടുണ്ട്? സഹായത്തിന്റെയും രോഗശാന്തിയുടെയും തട്ടിപ്പിന്റെയും പേരിൽ ഇവിടെ നിന്ന് എത്ര ആയിരങ്ങളെ ഈ തൃശ്ശൂരിൽ നിന്ന് മതം മാറ്റിയിട്ടുണ്ട്? എവിടെയെങ്കിലും CPM വിഷയമാക്കിയിട്ടുണ്ടോ? ഒരു വരി പ്രമേയം പാസാക്കിയിട്ടുണ്ടോ? അതരുത് എന്നുള്ളത്. ഇവിടെ ഹിന്ദുവിനെ പറ്റിയ തെറ്റ് നിങ്ങളുടെ വോട്ട് ബാങ്കായി നിന്നു എന്നുള്ളതാണ്. നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തകരെ പ്രസവിച്ചു എന്നതാണ് ഇവിടുത്തെ അമ്മമാർ ചെയ്ത തെറ്റ്. അത്തരം പ്രവർത്തകർക്ക് മുലയൂട്ടി വളർത്തി എന്നുള്ളതാണ് ഇവിടുത്തെ അമ്മമാർ ചെയ്ത തെറ്റ്. ആ തെറ്റിനാണ് ഒരു സംസ്കാരത്തെ, ഒരു ധർമ്മത്തെ നിങ്ങൾ ഇത്രയും ചവിട്ടി താഴ്ത്തുന്നത്. ഒന്നുകിൽ ഇത് മതവിഷയമാണ്, നിങ്ങൾ ഇടപെടണ്ട. ഇതുവരെ നിങ്ങൾ പറഞ്ഞിരുന്നത് അത് മതേതര രാജ്യമാണ്, ഇപ്പോഴും അങ്ങോട്ട് പോവാത്രേ, കുഴപ്പമില്ല, അങ്ങോട്ട് മതം മാറ്റാം, അതിപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു, അങ്ങോട്ട് പോവാം. ഹിന്ദുവിന് ക്രിസ്ത്യാനിയാകാം, ഹിന്ദുവിന് മുസ്ലിം ആകാം, കുഴപ്പമില്ല. കോൺഗ്രസ്സുകാരനും കുഴപ്പമില്ല, മാർക്സിസ്റ്റുകാരനും കുഴപ്പമില്ല, മാധ്യമങ്ങൾക്കും കുഴപ്പമില്ല. തിരിച്ച് ഹിന്ദുവിലേക്ക് വരാൻ പാടില്ല. ഇതെന്താ മീൻ പിടിക്കണ ഒറ്റാലിയും?
ഈ അങ്ങോട്ട് മാത്രം കിടന്ന് അങ്ങോട്ട് വരുമ്പോഴേക്ക് അടയണ കെണി അത് ഒറ്റയടിക്ക് അങ്ങോട്ട് മാത്രമേ പോകാൻ പറ്റൂ എന്നത് ഒരു ഒറ്റാലിയ. അപ്പോ അവരുടെയൊക്കെ ആളുകളെ അവിടെ നിലനിർത്തി കൊടുക്കാമെന്ന് നിങ്ങൾ എത്ര രൂപയ്ക്കാണ് ഹിന്ദുവിനെ വിറ്റിരിക്കുന്നത്? മുസ്ലിങ്ങൾ മതമാറ്റത്തെ പറ്റി പറഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലാകാം, ക്രിസ്ത്യാനികൾ മതമാറ്റത്തെ പറ്റി പറഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലാകാം. മനസ്സിലാകുന്നില്ലല്ലോ. മതേതരത്വം പറയുന്ന CPM പറയുമ്പോ, മതേതരത്വം പറയുന്ന കോൺഗ്രസ് പറയുമ്പോ, അത് മനസ്സിലാകണമെങ്കിൽ ഞങ്ങൾ ഏത് നിഘണ്ടു വാങ്ങിക്കണം? നിങ്ങളുടെ മനസ്സ് പഠിക്കണമെങ്കിൽ ഞങ്ങൾ ഏത് സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് പോകണം? ഞങ്ങളുടെ സഹോദരങ്ങളെ എല്ലാം നിങ്ങളുടെ അമ്മ പെങ്ങന്മാരെ വരെ വീട്ടിൽ നിന്ന് മതം മാറ്റുമ്പോൾ അതിനെപ്പറ്റി എതിർക്കാൻ സാധിക്കാത്തവർ പാർലിക്കാടും മുണ്ടത്തിക്കോടും തൃശൂർ ജില്ലയിലും കേരളം മുഴുവനും ഇത് വിഷയമാക്കുന്നു. കൊടുങ്ങല്ലൂർ മറ്റേ ഇവിടെ പാർലിക്കാട് മാറിയതും കായംകുളത്തെ 8 ക്രൈസ്തവ കുടുംബങ്ങൾ ഹിന്ദു ധർമ്മം സ്വീകരിച്ചതും ഒക്കെ നിങ്ങൾ വലിയ വിഷയമാക്കി ഇന്ത്യൻ പാർലമെന്റ് വരെ സ്തംഭിപ്പിക്കുന്നു. അപ്പൊ എന്തുകൊണ്ട് ഇതുവരെ നിങ്ങൾ ഇതിനെപ്പറ്റി ഒന്നും മിണ്ടിയില്ല എന്നതിന് വാതിലടച്ചാൽ നിങ്ങൾ നിങ്ങളുടെ മനസാക്ഷിയോടെങ്കിലും ഉത്തരം പറയേണ്ടി വരും. ഞങ്ങളോട് പറഞ്ഞില്ലെങ്കിലും നിങ്ങൾ ആവേശം കൊടുത്ത് മുദ്രാവാക്യം വിളിപ്പിക്കുന്ന നിങ്ങളുടെ പ്രവർത്തകർ, ചുമരെഴുതിക്കുന്നവർ, ചെഗുവേരയുടെ ഫോട്ടോയും കൊടുത്ത് തുണി അഴിപ്പിച്ചിട്ട് ചാടിക്കുന്നവർ, വാതിലടച്ചാലെങ്കിലും അവർ പറയേണ്ടി വരും ഞങ്ങൾ ഈ മഹാപാപം എന്തിന്റെ പേരിൽ ചെയ്യുന്നു. അവരുടെ മനസാക്ഷിയോടെങ്കിലും അരവാക്ക് ഉത്തരം പറഞ്ഞു കൊടുക്കാൻ സംഘടനയ്ക്കുണ്ടോ? അങ്ങോട്ട് മതം മാറുന്നത് എല്ലാം ശരിയാണ്, ഇങ്ങോട്ട് മാറരുത് എന്ന് ഏത് മതേതരത്വത്തിന്റെ പേരിൽ പറയുന്നു? അങ്ങോട്ട് പോയവരൊക്കെ ഇങ്ങോട്ട് വന്ന് അടുത്ത് നമുക്ക് പറയാനുള്ളത് അതാണ്. ഇത്തരം ഒരു കോലാഹലം കൊണ്ടും ഇപ്പൊ നടരാജ ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ അവിടുത്തെ പൂജാരിയോ പാവം അതിന്റെ സംഘാടകരെയോ ഒക്കെ വരട്ടിയത് കൊണ്ട് വിജയിച്ചു എന്നോ ഇത്തരം കാര്യങ്ങൾ നടക്കില്ല എന്നോ എന്നും നിങ്ങൾ ചിന്തിക്കണ്ട. ഇവിടുത്തെ ഹൈന്ദവ സംഘടനകൾ യോജിച്ചെടുത്തൊരു തീരുമാനമാണ്. വർഷങ്ങളായി കണ്ണീരോടുകൂടി പറഞ്ഞു, ഈ പണത്തിന്റെ ഹുങ്കിന് മുന്നിൽ മതം മാറ്റം അനുവദിക്കരുത്. ഒരു അരിക്ക് വേണ്ടി തുണി അഴിക്കേണ്ടി വരുന്ന സ്ത്രീകളുടെ ഗതികേട് പോലെയാണ് ഒരു അരിക്ക് വേണ്ടി സ്വന്തം മതം വിൽക്കേണ്ടി വരുന്ന ഒരു കുടുംബത്തിനുള്ളത് എന്ന് വേദനയോടെ പറഞ്ഞു. ഒരു സ്ത്രീ മാനം വിറ്റ് ജീവിക്കുന്നത് ശരിയല്ലല്ലോ, കാശ് കൊടുക്കുമായിരിക്കും. കാശ് കൊടുത്താലും മാനം വിറ്റ് ജീവിക്കുന്നത് ശരിയല്ലല്ലോ. അതുപോലെ തന്നെയാണ് മതം വിറ്റ് ജീവിക്കുന്നതും. ഗതികേട് ഉണ്ടാക്കി ആദ്യം. ഇതിന്റെ കളി ഇവിടെയൊന്നും തുടങ്ങിയതല്ല. സമ്പന്നമായിരുന്ന ഭാരതം എങ്ങനെ ദരിദ്രവാസികളുടെ നാടായി? പാവങ്ങളുടെ അമ്മ മദർ തെരേസ വന്നില്ലായിരുന്നെങ്കിൽ കൊൽക്കത്തയിലെ അല്ലേ? അതല്ല കൊൽക്കത്തയുടെ ചരിത്രം. ലോകത്തെ ഏറ്റവും സമ്പന്നമായ പ്രവിശ്യയായിരുന്നു ബംഗാള്. ആ ബംഗാളിന്റെ സമ്പത്താണ് ബ്രിട്ടീഷുകാരനെ അങ്ങോട്ട് നയിച്ചത്. ലോകത്തെ ഏറ്റവും സമ്പന്നമായ പ്രവിശ്യ. ആ പ്രവിശ്യ അതിൽ അഭിമാനിക്കാം, ഹൈന്ദവ പശ്ചാത്തലമുള്ളത്. അതിനുശേഷം ഇസ്ലാമിക ഭരണകൂടങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അവരും അതിന്റെ സാമ്പത്തിക സ്രോതസ്സിനെ അടച്ചിട്ടില്ല. ബംഗാളിലെ ഇസ്ലാമിക ഭരണവും നടന്നിട്ടുണ്ട്. ആ ഇസ്ലാമിക ഭരണകാലത്തും ഹൈന്ദവ പാരമ്പര്യത്തിലും ഏറ്റവും സമ്പൽ സമൃദ്ധമായ രാജ്യമായിരുന്നു ബംഗാൾ പ്രവിശ്യ. പക്ഷെ ആ ബംഗാൾ പ്രവിശ്യയിൽ 1757 അധികാരത്തിലേറിയ ബ്രിട്ടീഷുകാര് അവിടെ ഏറ്റവും ആദ്യം ചെയ്ത് അതിന്റെ സമ്പത്ത് ഇല്ലാണ്ടാക്കുക എന്നുള്ളതാണ്. ലോകത്തെ ഏറ്റവും സമ്പന്നമായ പ്രവിശ്യയിൽ വന്ന് 100 കൊല്ലം കഴിഞ്ഞപ്പോഴേക്കും പട്ടിണി മരണങ്ങൾ നടന്ന 35 ലക്ഷം ആളുകൾ ഒരൊറ്റ ക്ഷാമത്തിൽ ബംഗാളിൽ മരിച്ചു. അത് സർക്കാർ കണക്കാണ്, അനൗദ്യോഗിക കണക്ക് അതിലും വലുതാ. 35 ലക്ഷം ആളുകള്. അപ്പൊ ദാരിദ്ര്യം ഉണ്ടാക്കിയിട്ടാണ് അരിയും പയറുമായി ആളെ ഇറക്കിയത്. കാരണം അല്ലെങ്കിൽ അരിയും പയറും ആര് വാങ്ങിക്കാനാ? അപ്പൊ ആദ്യം ദാരിദ്ര്യം ഉണ്ടാക്കി. അവിടെ ലോകത്ത് എല്ലായിടത്തും നടന്നത് തന്നെയാണ്. ആദ്യം ദാരിദ്ര്യം ഉണ്ടാക്കുക, പിന്നെ അങ്ങോട്ട് പറഞ്ഞയക്കുക. അങ്ങനെയാണ് അവിടെ വന്ന് സഹായിക്കേണ്ട ദുരവസ്ഥ ഉണ്ടായത്. ആ ദുരവസ്ഥ സൃഷ്ടിച്ചതിനെ പറ്റിയല്ല ചിന്തിക്കുന്നത്. സഹായിച്ച കേമമായി, അവർ സഹായിച്ചാൽ അവർ ദിവ്യയായി. പക്ഷേ ജഗദ്ഗുരു മാതാ മൃദാനന്ദമയി ദേവിയെ പോലുള്ളവർ സഹായിച്ചാൽ അവർ കള്ളപ്പണമാണ്. പിന്നെ ഇവർക്ക് എവിടുന്നായിരുന്നു ഇട് കൊടുക്കേ പൊന്നും പണം എന്ന് പറഞ്ഞാൽ ആകാശത്തുനിന്ന് പൊന്നും പണം വീണിരുന്നു അവിടെ മുഴുവൻ സഹായിക്കാൻ? അത് പറഞ്ഞാൽ അതും അപകടം. പക്ഷേ മദർ തെരേസയ്ക്കെതിരെ പറയാൻ അധികാരമില്ലാത്തതുപോലെയല്ല മാതാ അമൃതാനന്ദമയി ദേവിക്കെതിരെ എന്ത് പൊല്ലും പൊലാട്ടും വിളിച്ചു പറയാം. കാരണം കേട്ടോളണം, ഹിന്ദു അടിമയല്ലേ. സ്വന്തം അധികാരം ഇവർക്ക് 4 അണയ്ക്ക് പണയം വെച്ച് പോയില്ലേ? അതുകൊണ്ട് എന്തും കേട്ടേ മതിയാകൂ. നമ്മൾ അത്തരമൊരു നിലത്തിലെത്തി. അപ്പൊ ആദ്യം പട്ടിണി ഉണ്ടാക്കി. ആ പട്ടിണിയുടെ പേരിൽ ഇവിടെ മതം മാറ്റം നടന്നപ്പോൾ ഹിന്ദു കണ്ണീരോടെ പ്രാർത്ഥിച്ചു, മതം മാറ്റം നിരോധിക്കണം. ആരാധ്യനായ മൊറാർജി ദേശായി പ്രധാനമന്ത്രിയായിരിക്കുന്ന സമയത്ത് OP ത്യാഗി ബില്ല് കൊണ്ടുവന്നതാണ് മതം മാറ്റം നിരോധിക്കണം.
അന്നിവിടെ എന്തായിരുന്നു വെപ്രാളം? മതം മാറ്റം ഞങ്ങളുടെ അവകാശമാണ്, മതം മാറ്റം ഞങ്ങളുടെ അവകാശമാണ്. അന്ന് OP ത്യാഗിയുടെ ബില്ല് പാസ്സായിരുന്നെങ്കിൽ ഇന്ന് പാർലിക്കാട് മേഖലയിൽ ഘർവാപ്പസി നടക്കുമായിരുന്നു. മതം മാറ്റം നിയമം മൂലം നിരോധിക്കാനുള്ള ബില്ലല്ലേ OP ത്യാഗി പാർലമെന്റിൽ കൊണ്ടുവന്നത്? വർഷങ്ങൾക്കപ്പുറത്ത് തങ്ങളുടെ കച്ചവടം പൂട്ടിപ്പോകുമോ എന്നുള്ളത് കൊണ്ട് ഇസ്ലാമിക ക്രൈസ്തവ ശക്തികൾ അതിനെ എതിർത്തപ്പോൾ ഈ രാഷ്ട്രീയക്കാരും അതിനൊപ്പം നിന്നു. ഇന്ന് വരെയും നമ്മൾ ആവശ്യപ്പെട്ടില്ലേ മതം മാറ്റം നിയമം മൂലം നിരോധിക്കണമെന്ന്? അപ്പോൾ ഹൈന്ദവ സംഘടനകൾ തീരുമാനിച്ചെടുത്തതാണ് മതം മാറ്റം നിയമം മൂലം നിരോധിക്കണമെന്ന ആവശ്യത്തെ പുറംകാലുകൊണ്ട് തൊഴിച്ചെറിഞ്ഞ ഈ സമാജം. ഹിന്ദുവിന്റെ കണ്ണീരും അപമാനവും കണ്ട് മടുത്തപ്പോൾ നമുക്കും ചില തീരുമാനം എടുക്കേണ്ടി വന്നു. ഇതുപോലെ എങ്ങനെയായിരുന്നു അറിയാമോ? ഏകപക്ഷീയമായ കളിയായിരുന്നു. നമ്മുടെ കോർട്ടിലെ ആരുമില്ല, ഒരു ഫുട്ബോൾ മാച്ച് പ്രതീക്ഷിക്കും, നമ്മുടെ കോർട്ടിൽ ആരുമില്ല. ഏകപക്ഷീയമായി ക്രൈസ്തവ ഇസ്ലാമിക ശക്തികൾ അങ്ങനെ ഗോളടിക്കുകയായിരുന്നു. അവിടെ മതം മാറ്റം, ഇവിടെ മതം മാറ്റം, അവിടെ പ്രേമം, ഇവിടെ സഹായം, മറ്റോടത്ത് രോഗശാന്തി എന്ന് പറഞ്ഞുകൊണ്ട് ഏകപക്ഷീയമായി ഗോളടിക്കുക. നമ്മൾ ഈ ഗോൾ എഴുതി എഴുതി തോറ്റു. കോട്ടയത്ത് 10,000, മറ്റോടത്ത് 5,000, ഇനിയൊരിടത്ത് 7,000, ഇനിയൊരിടത്തില്ലേ. അപ്പൊ തോന്നി ഇങ്ങനെ ഗോൾ വർഷമായാൽ പറ്റില്ലല്ലോ, നമുക്ക് ഗോൾ വല ഒന്ന് കാത്തളയാം, ഗോൾ മുഖം ഒന്ന് കാത്തളയാം അല്ലെ. അവിടെ പോയി ഹൈന്ദവ സംഘടനകൾ ഗോൾ പോസ്റ്റിൽ നിന്നു. അങ്ങട്ടടി, പന്ത് അങ്ങോട്ട് പോകുമ്പോ അങ്ങോട്ടോടും, പന്ത് ഇങ്ങോട്ട് പോകുമ്പോ ഇങ്ങോട്ടോടും അല്ലെ. ഇങ്ങോട്ട് ഓടുമ്പോഴാവും കേൾക്കുക അവിടെ ഒരു ലവ് ജിഹാദ് ഉണ്ടെന്ന്, എല്ലാം കൂടെ ഓടി അങ്ങട്ട്. അപ്പോഴാവും കേൾക്കുക ഇവിടെ രോഗശാന്തിയുടെ പേരിൽ ഇപ്പുറത്തൊരു മതമാൻ, എല്ലാം കൂടി ഓടും ഇങ്ങോട്ട്. ഈ എത്ര ഗോൾ വല കാത്താലും പന്ത് അതിന്റെ ഇടയിൽ കൂടി പോയി ഗോളാവുമല്ലോ. നമ്മൾ അപ്പുറത്ത് 2 ആളെ രക്ഷിക്കുമ്പോഴേക്ക് ഇപ്പുറത്ത് 4 ആളെ ഗോളടിച്ച് കയറ്റിയിട്ടുണ്ടാവും. അപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഈ ഗോൾ പോസ്റ്റ് കാത്തോണ്ട് മാത്രം കളി ജയിക്കാൻ പറ്റില്ല. കളി ജയിക്കണം എന്നുണ്ടെങ്കിൽ എങ്ങനെ വേണം? എതിരാളിയുടെ കോർട്ടിലേക്ക് കയറി കളിച്ചാലല്ലാതെ ആയുസിൽ കളി ജയിക്കണ പരിപാടിയില്ല എന്നുള്ളത്. അത് ഫുട്ബോളിന്റെ പ്രാഥമികമായ കാര്യങ്ങൾ അറിയുന്നവർക്കറിയാം. ഈ ഗോൾ വല കാത്തുന്നോണ്ട് യാതൊരു കാര്യമില്ല. കളി ജയിക്കണോ എതിരാളിയുടെ കോർട്ടിലേക്ക് കയറി കളിക്കണം. അത് നമ്മളെടുത്ത തീരുമാനം തന്നെയാണ്. അത് അങ്ങനെയാണോ എന്ന് പറയുന്നതിന് ഞങ്ങൾക്ക് ഒരു ഒളിവും മറവുമില്ല. ഹൈന്ദവ സംഘടനകൾ എടുത്ത തീരുമാനം തന്നെയാണ്. എങ്ങനെയാണോ 2000 ആണ്ടോടുകൂടി ഏഷ്യയെ സുവിശേഷവൽക്കരിക്കാം എന്ന് മാർപ്പാപ്പ തീരുമാനമെടുത്തത്, എങ്ങനെയാണോ ദാറുൽ ഹർബായ ഈ മണ്ണിനെ മാറ്റിയെടുക്കാമെന്ന്, ഇസ്ലാമിക ഭൂരിപക്ഷമുള്ള സ്ഥലമാക്കി ഇതിനെയും മാറ്റിയെടുക്കാമെന്ന് ഇസ്ലാമിക സംഘടനകൾ തീരുമാനമെടുത്തത്, അതുപോലെ തന്നെ ഞങ്ങളിൽ നിന്ന് വഞ്ചിച്ചും പറ്റിച്ചും അങ്ങോട്ട് കൊണ്ടുപോയ ഈ 5 ആളെ മാത്രമല്ല കേട്ടോ, തെറ്റിദ്ധരിക്കണ്ട. ഈ പുകില് കണ്ടിട്ട് ഈ 5 ആൾക്കപ്പൊ നിങ്ങൾ ഈ കോലാഹലം കൂടുന്നതല്ല. 5 അല്ല, 50 അല്ല, 5000 അല്ല. അങ്ങോട്ട് കൊണ്ടുപോയ മുഴുവൻ ആളുകളും തിരിച്ച് ഇങ്ങോട്ട് വരുന്നത് വരെ ഈ രംഗത്ത് ഞങ്ങൾ ഉണ്ടായിരിക്കും. അത് സുചിന്തിതമായ തീരുമാനമാണ്. അതിന്റെ പേരിൽ നിങ്ങൾ എന്ത് ബഹളം കൂട്ടിയാലും അങ്ങോട്ട് പോയ ആളുകളെ മുഴുവൻ തിരിച്ചിങ്ങോട്ട് എത്തിക്കുന്നത് വരെ ഞങ്ങളും രംഗത്തുണ്ട്. ഇത് ഞങ്ങളെ ഇറക്കി വിട്ടതാണ്. ആവുന്നത് ഞങ്ങൾ പറഞ്ഞു മതം വിൽക്കാനുള്ളതല്ല, മതം പണയം വെക്കാനുള്ളതല്ല. പക്ഷെ സമ്മതിച്ചില്ല. കിട്ടുന്ന കാശിന്റെ പുറത്ത് വാരി വലിച്ച് നടന്നപ്പോൾ അഭിമാനമെന്നൊന്ന് ഈ ജനതയ്ക്കുണ്ട് എന്ന് നിങ്ങൾ തിരിച്ചറിയണമായിരുന്നു. അതുകൊണ്ട് ഇത് സുചിന്തിതമായ തീരുമാനമാണ്. തടയാൻ കഴിയുമെങ്കിൽ തടയാം. ക്ഷേത്രങ്ങളെ ഭീഷണിപ്പെടുത്തുമായിരിക്കാം നിങ്ങൾ. കാരണം പിരിവ് തരില്ല, വേല തരില്ല അല്ലെ, കാവിടി വരില്ല, വേല വരില്ല. എനിക്ക് പരിചയമുള്ള ഒരു അമ്പലത്തില് മറ്റേ വേലയാണ് ഇവിടുത്തെ പ്രധാനം. പല ഗ്രാമങ്ങളിൽ നിന്നും വേല വരണം. അപ്പോ ശാഖ നടക്കണ അമ്പലമാണ്. ഒരു പ്രാവശ്യം സബ് കമ്മിറ്റികളൊക്കെ വന്നപ്പോ പറഞ്ഞു ശാഖ നിർത്തിയല്ലാണ്ട് ഞങ്ങൾ വേല കൊണ്ടിരിക്കുകയാണ്. ഉടനെ അവിടെ പ്രായം ചെന്ന ഒരു കാർന്നോര് നീട്ടിട്ട് പറഞ്ഞു വേല കൊണ്ടുവന്നോളന്ന് ഞങ്ങൾക്കില്ല. പറഞ്ഞു നിങ്ങൾക്ക് ദേവിയോട് ഏതെങ്കിലും തരത്തിലുള്ള ആദരവ് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ വേല കൊണ്ടുവന്നാൽ മതി. വേല കൊണ്ടുവന്നാലും കൊണ്ടുവന്നില്ലെങ്കിലും ഈ അമ്പലത്തിൽ ശാഖ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഈ അമ്പലത്തിൽ ശാഖ നിർത്താൻ ഞങ്ങൾ തൽക്കാലം തീരുമാനിച്ചിട്ടില്ല. ഞങ്ങൾ ഞങ്ങളുടേതായ സംവിധാനത്തിൽ നടത്തിക്കോളാൻ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് 10-20 കൊല്ലായി ആരും വേല കൊണ്ടുവരേണ്ടിയിരുന്നില്ല. വേല ഇപ്പോഴും പണ്ടത്തേക്കാൾ ഗംഭീരമായി വേല വരുന്നുണ്ട്, പരിപാടികൾ നടക്കും. അപ്പൊ ഒന്ന് കുലുക്കിയൊക്കെയാണ്. വീണത് കാര്യമായി. നമ്മൾ ഈ പുളി മാങ്ങയൊക്കെ കുലുക്കില്ലേ, ഞെട്ട് ഇങ്ങനെ അതായിട്ട് നിൽക്കണം. വല്ലതും ഉണ്ടെങ്കിൽ കുലുക്കത്തിൽ ഇങ്ങോട്ട് വീണാ പോന്നോട്ടെ എന്നുള്ള നിലയ്ക്ക് ഒന്ന് കുലുക്കി നോക്കലാണ്. നിങ്ങൾ ഭീഷണിപ്പെടുത്തുമായിരിക്കാം, നിങ്ങൾ ക്ഷേത്രങ്ങളെ തടയുമായിരിക്കാം. ഞങ്ങളൊന്ന് പറഞ്ഞോട്ടെ, ശുദ്ധീകർമ്മം നടത്തി, പരാവർത്തന കർമ്മം നടത്തി, സ്വധർമ്മത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം എന്ന് നമ്മൾ തീരുമാനമെടുത്തിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ക്ഷേത്രങ്ങളെ ഭീഷണിയായി വഴിമുട്ടിച്ചാൽ
ഞങ്ങളൊന്ന് പറയുന്നു, നാഷണൽ ഹൈവേയിൽ വെച്ച് ശുദ്ധികർമ്മം നടത്തിയിട്ടാണെങ്കിലും ഞങ്ങൾ അവരെ തിരിച്ചു കൊണ്ടുവന്നിരിക്കും എന്നുള്ളത്. അമ്പലവല്ലേ പൊട്ടിക്കാൻ പറ്റുള്ളൂ. നാഷണൽ ഹൈവേയിൽ വെച്ച് നടത്തിയിട്ടാണെങ്കിലും, അതല്ല നദിയുടെ മണലാരണ്യത്തിൽ വെച്ച് നടത്തിയിട്ടാണെങ്കിലും ഞങ്ങൾ അവരെ തിരിച്ചു കൊണ്ടുവന്നിരിക്കും. അതല്ല ഞങ്ങളുടെ വീട്ടിലെ പൂജാമുറിയെ പറ്റുള്ളൂ, അതെങ്കിലും അതിൽ വെച്ച് നടത്തിയിട്ട് തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്ന മുഴുവൻ ആളുകളെയും ഞങ്ങൾ തിരിച്ചു കൊണ്ടുവന്നിരിക്കും. അതോടൊപ്പം തന്നെ ഇനിയും വഞ്ചിച്ചും പറ്റിച്ചും നടക്കുന്ന മതം മാറ്റങ്ങൾ ഇവിടെ നടക്കില്ല. ഇത് എടുത്ത തീരുമാനം എടുപ്പിച്ചതാണ്. ഇവിടെ രാഷ്ട്രീയക്കാരൻ അനാവശ്യമായി ശത്രുപക്ഷത്ത് വന്ന് നിൽക്കേണ്ട കാര്യമില്ല. ഇത് അവരെ ബാധിക്കുന്നതല്ല, ഇത് ഇസങ്ങളെ ബാധിക്കുന്ന പ്രശ്നമല്ല. അതുകൊണ്ട് തന്നെ അനാവശ്യമായി ശത്രുപക്ഷത്ത് വന്ന് നിൽക്കേണ്ട കാര്യമില്ല. നിങ്ങൾ ആരിൽ നിന്നെങ്കിലും അച്ചാരം വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതങ്ങ് തിരിച്ചു കൊടുക്കുക. ആ പണി നടക്കില്ല, ആ ഗുണ്ടാപ്പണി ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ ആ പണി നടക്കില്ല എന്ന് മാത്രമേ ഞങ്ങൾക്ക് ആ കൊട്ടേഷൻ തിരിച്ചു കൊടുത്തോളൂ. ഹിന്ദു ധർമ്മത്തെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാമെന്ന് നിങ്ങൾ ഇവിടുത്തെ ഏതെങ്കിലും മതമൗലികവാദ ശക്തികളിൽ നിന്ന് കൊട്ടേഷൻ ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ തൽക്കാലം ആ കൊട്ടേഷനിൽ നിന്ന് പിൻവാങ്ങുന്നതാണ് ബുദ്ധി. നിങ്ങൾക്ക് അതുമായി മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്ന് ഏറ്റവും ലളിതമായി, ഏറ്റവും വിനീതമായി പറയാൻ ഞങ്ങൾ ഈ വേദി പ്രയോജനപ്പെടുത്തുകയാണ്. കാരണം നിങ്ങളുടെയൊക്കെ പെരുമാറ്റം കൊണ്ട് കൊതിയും മതിയും കെട്ടൊരു സമാജമാണ്. അത് ഘർവാപ്പസിയാകട്ടെ, മറ്റെന്തുമായിക്കൊള്ളട്ടെ, ഹിന്ദുവുമായി ബന്ധപ്പെട്ട ഏത് വിഷയത്തിലാണ് ഇവിടുത്തെ രാഷ്ട്രീയക്കാർ, പ്രത്യേകിച്ച് CPM, ഹിന്ദുവിനെ അപമാനിക്കാൻ ശ്രമിക്കാതിരുന്നത്? വോട്ട് ചെയ്തൊരു സമാജത്തോട് ഇതിപ്പരം നന്ദി കാണിക്കാനില്ല. നിങ്ങൾ അറിഞ്ഞോ, ഇന്നലെ ഗുരുവായൂർ ദേവസ്വം ബോർഡിന്റെ ക്ഷേത്രം, മറ്റേ കോളേജാണ് ശ്രീകൃഷ്ണ കോളേജ്. ഗുരുവായൂർ ദേവസ്വം ബോർഡിന്റെയാണ്. CPM-ന്റെ AKG സെന്ററിന് പണം ചെലവാക്കി ഉണ്ടാക്കിയ കോളേജ് അല്ല, ഗുരുവായൂരപ്പന്റെ പണം. അവിടുത്തെ ഒരു കല്ലൊരു കെട്ടിടത്തുമ്പോ കയറിയിട്ടുണ്ടെങ്കിൽ അത് സർക്കാരിന്റെ കാശല്ല, ശമ്പളം സർക്കാർ കൊടുക്കുന്നുണ്ടാകാം. പക്ഷെ ശ്രീകൃഷ്ണ കോളേജിലെ ഒരു കല്ലിന്റെ മുകളിൽ ഒരു കല്ല് കയറിയിട്ടുണ്ടെങ്കിൽ അത് ഗുരുവായൂരപ്പ ഭക്തന്റെ പണമാണ്. ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജില് ഒരു പെയിന്റ് അടിച്ചിട്ടുണ്ടെങ്കിൽ അത് ഗുരുവായൂരപ്പന്റെ പണമാണ്. അതിനൊന്നും സർക്കാർ ഫണ്ട് ഒരു കോളേജിനും കിട്ടുന്നില്ല. അധ്യാപകന്റെ ശമ്പളം ഒഴിച്ച് ബാക്കിയെല്ലാം ഇൻഫ്രാസ്ട്രക്ചർ മുഴുവൻ ഉണ്ടാക്കുന്നത് ക്ഷേത്രത്തിന്റെ പണം കൊണ്ടാണ്. ആ ഗുരുവായൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ശ്രീകൃഷ്ണ കോളേജിനകത്ത് ഇന്നലെ SFIക്കാർ ഗോമാംസം വെച്ച് വിതരണം ചെയ്യുകയും അതിന്റെ പേരിൽ പരിപാടി നടത്തുകയും ചെയ്തു, പ്രിൻസിപ്പളിന്റെ അനുമതിയോടുകൂടി. ഗുരുവായൂരപ്പന്റെ കോളേജ്, ഗുരുവായൂരപ്പ ഭക്തന്റെ പണം, ഗോവിന്ദനും ഗോപാലകനും ഗോപരിപാലകനും ഗോപാലകൃഷ്ണനുമായ ശ്രീകൃഷ്ണ ഭഗവാന്റെ പണം കൊണ്ട് നടക്കുന്ന ഗുരുവായൂരപ്പൻ കോളേജ്, അല്ല ശ്രീകൃഷ്ണ കോളേജ്. ആ ശ്രീകൃഷ്ണ കോളേജിനകത്ത് ഇന്നലെ DYFI പ്രഖ്യാപിച്ചിട്ടുള്ള ബീഫ് ഫെസ്റ്റിന്റെ ഭാഗമായിട്ട് ക്യാമ്പസിനകത്ത് ഗോമാംസം വെച്ച് വിതരണം ചെയ്തു എന്നും അതിന്റെ പരിപാടി അവിടെ നടത്തി എന്നും അതിന് പ്രിൻസിപ്പൽ അനുവാദം കൊടുത്തു എന്നും പറയുമ്പോൾ ആ സ്ഥാനത്തിരിക്കാൻ പ്രിൻസിപ്പൽ യോഗ്യനാണോ? ഹൈന്ദവ സമാജം ഒറ്റയടിക്ക് ഒന്നടങ്കം ഉത്തരം പറയേണ്ട ഒരു കാര്യമാണ്. കേരളത്തിലെ ഏതെങ്കിലും ഇസ്ലാമിക കോളേജുകളിലെ പ്രിൻസിപ്പൽമാര് SFI നടത്തുന്ന ഏതെങ്കിലും സമരത്തിന്റെ ഭാഗമായിട്ട്, ഏതെങ്കിലും പരിപാടിയുടെ ഭാഗമായിട്ട് ഇസ്ലാമിക മാനേജ്മെന്റിലുള്ള ഏതെങ്കിലും ഒരു കോളേജിനകത്ത് പന്നിമാംസം വെച്ച് വിതരണം ചെയ്യുമോ? ഇല്ല എങ്കിൽ ഗുരുവായൂരപ്പന്റെ പണം കൊണ്ട് നടക്കുന്ന ഈ കോളേജിനകത്ത് ഈ തെമ്മാടിത്തരം എങ്ങനെ നടന്നു? ആ പ്രിൻസിപ്പൽ ഇനി ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യനാണോ? ആ പ്രിൻസിപ്പലിന് ഇവിടെ ഒരു ക്ഷേത്രത്തിൽ ഹിന്ദുവിലേക്ക് ആളെ കൊണ്ടുവന്നതിന് വേറൊന്നുമല്ല, ക്ഷേത്രം ഹിന്ദുവിന്റെയാണ്. എന്തൊക്കെ പറഞ്ഞാലും അവിടെ നടക്കുന്ന തന്ത്രവും മന്ത്രവും എല്ലാം ഹിന്ദുവിന്റെയാണ്. അവിടെ ഹിന്ദുവിലേക്ക് ആളെ കൊണ്ടുവന്നതിന് പൂജാരിയുടെ പണി കളയിപ്പിച്ചവര്, പൂജാരിയെ കൊണ്ട് സമസ്താപരാധം പറയിപ്പിച്ചവര്, കമ്മിറ്റിയെ കൊണ്ട് മൂക്കുകൊണ്ട് ഇക്ഷ വരപ്പിച്ചവര്, CPM-ന്റെ പണം കൊണ്ടല്ല അമ്പലം നടക്കുന്നത്. എന്നിട്ട് പോലും കമ്മിറ്റിയെ കൊണ്ട് മൂക്കുകൊണ്ട് ഇക്ഷ വരപ്പിച്ചവര് ശ്രീകൃഷ്ണ കോളേജ് ഗുരുവായൂരപ്പന്റെ പണം കൊണ്ട് നടക്കുന്നു. ആ ഗുരുവായൂരപ്പൻ ഗോപരിപാലകനാണ്. ഗോ സംരക്ഷണമാണ് ഇപ്രാവശ്യത്തെ ദേവസ്വത്തിന്റെ മുഖ്യ അജണ്ട. ഈ പ്രാവശ്യത്തെ ദേവസ്വം കമ്മിറ്റി അവരുടെ മുഖ്യ അജണ്ടയായി പ്രഖ്യാപിച്ചിരിക്കുന്നത് ഗോ സംരക്ഷണമാണ്. ആ സമയത്താണ് ഒരു കോളേജിനകത്ത് ഗോമാംസം വെച്ച് വിളമ്പിയത്. എന്തായിരുന്നു ഇവിടുത്തെ വിദ്യാഭ്യാസവും ഗോ സംരക്ഷണം മറ്റേ ബീഫും തമ്മിലുള്ള ബന്ധം എന്താ? ഇവിടുത്തെ യൂണിവേഴ്സിറ്റിയിലെ ഏതെങ്കിലും ഡിഗ്രികള് മഹാരാഷ്ട്രയിൽ പ്രഖ്യാപിച്ച ഗോവധ നിരോധനം ബാധിച്ചിട്ടുണ്ടോ?
ഏതെങ്കിലും ഇവിടുത്തെ വിദ്യാഭ്യാസത്തിന്റെ ഏത് രംഗത്താണ് ഈ ഗോവധവുമായിട്ടുള്ള പ്രശ്നം ഉണ്ടായിരിക്കുന്നത്? പിന്നെ എന്തിന് ഒരു ഇസ്ലാമിക സംഘടനയുടെ കോളേജിലല്ല ഇത് നടന്നത്? ഇത് നടന്നത് ഗുരുവായൂരപ്പന്റെ പണം കൊണ്ട് നടക്കുന്ന ശ്രീകൃഷ്ണ കോളേജിലെങ്കിൽ അഭിമാനം എന്ന വാക്കിന് അർത്ഥമുണ്ടോ? ഹിന്ദു ചിന്തിക്കുക. നമ്മൾ അതാണ് ആദ്യം പറഞ്ഞത്. ജീവിക്കണമോ കൂട്ട ആത്മഹത്യ ചെയ്യണമോ എന്ന് മാത്രം തീരുമാനിച്ചാൽ മതി. സംഗതി ഡിവൈഎഫ്ഐ പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്ത്? ബീഫ് ഫെസ്റ്റ് നടത്തും. ആരാ പ്രഖ്യാപിച്ചെന്നറിയാമോ നിങ്ങൾക്ക്? അതിന് ഞങ്ങൾക്ക് ഭാഗ്യം കിട്ടിയത് ഞങ്ങളുടെ MP ആണ്, പാലക്കാടിന്റെ പ്രിയപ്പെട്ട MP രാജേഷ് ആണ്. രാജ്യം മുഴുവൻ, ഇന്ത്യയിൽ മുഴുവൻ കേട്ടാ പ്രഖ്യാപിച്ചിരിക്കുന്നത് ബീഫ് ഫെസ്റ്റ് നടത്തുന്നു. സ്വന്തം മണ്ഡലമായ അട്ടപ്പാടിയിൽ 16 മാസം കൊണ്ട് ഭക്ഷണം കിട്ടാണ്ട് 62 ശവമാണ് വീണത്. 16 മാസം കൊണ്ട് 62 പട്ടിണി മരണങ്ങൾ നടന്ന അട്ടപ്പാടിയില് നാഴി കഞ്ഞി കൊടുക്കാൻ നിൽക്കാതെ നേതാവ് ഭാരതം മുഴുവൻ പോത്തിറച്ചിയും കൊണ്ട് പോകുമ്പോ ചിന്തിക്കും നമ്മൾ ഇവരെയൊക്കെ നമ്മൾ എന്തിനാ ചുമക്കണമെന്നുള്ളത്. പോത്തിറച്ചിക്കാണല്ലോ ഇവിടെ ദാരിദ്ര്യം. അവിടെ പോയിട്ട് നാഴി കഞ്ഞി കൊടുക്കുക. അട്ടപ്പാടിയുടെ MP ആണ്. അട്ടപ്പാടിയുടെ MPക്ക് ഇപ്പൊ തിരക്ക് നാട് മുഴുവൻ ഗോമാംസം വിതരണം ചെയ്യണം. ഇനി ഇവിടുത്തെ കുട്ടി സഖാക്കളോട് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്, ഗോവധം നിരോധിച്ചത് കേരളത്തിലല്ല, നിരോധിച്ചത് മഹാരാഷ്ട്രയിലാ. പൊന്നാര മക്കളെ, ഞങ്ങള് വാങ്ങിച്ചു തരാം എവിടുന്നെങ്കിലും ഒരു ലേശ ഇറച്ചി. അതൊന്ന് കൊണ്ടുപോയിട്ട് മഹാരാഷ്ട്രയിൽ ഇതൊന്ന് പരസ്യമായി ഒരു ബീഫ് ഫെസ്റ്റ് നടത്താൻ വെല്ലുവിളിക്കുന്നു ഞങ്ങള്. മഹാരാഷ്ട്രയിലോ ഇന്ത്യയിലെ ഇതര ഭാഗങ്ങളിൽ എവിടെയും ഞങ്ങൾ വെല്ലുവിളിക്കുന്നു. കൊണ്ടുപോയി ഇത് ബീഫ് ഫെസ്റ്റ് നടത്താൻ സാധിക്കുമോ? അപ്പോ അങ്ങാടി തോറ്റേന അമ്മയുടെ നെഞ്ഞത്ത് കുതിര കയറിയിട്ട് കാര്യമില്ല. കേരളത്തിൽ കിടന്ന് വിളയാനല്ലാതെ നിങ്ങൾക്ക് സാധിക്കില്ല. അപ്പോ ഗോവധ നിരോധനത്തിനെ എതിർത്തുകൊണ്ട് ഹിന്ദുക്കളെ കൊണ്ട് ഗോമാംസം തീറ്റിക്കുമെന്ന് നിങ്ങൾ പ്രതിജ്ഞ ചെയ്യുമ്പോൾ, തിരുവനന്തപുരത്താണ് ഇതിന്റെ ഉദ്ഘാടനം നടന്നത്, ആശാൻ സ്ക്വയറിൽ. വേദന തോന്നി ആ ചിത്രം കണ്ടപ്പോ. MLA ആയ ശ്രീരാമകൃഷ്ണൻ, മറ്റൊരു MLA ആയ മറ്റേ രാജേഷ്, TV രാജേഷിനെ അറിയില്ലേ നിങ്ങൾക്ക്? എനിക്കൊരച്ഛണ്ടേ പറഞ്ഞ് നിന്ന് കരഞ്ഞ രാജേഷിനെ ഓർമ്മയില്ലേ? നിയമസഭയ്ക്കും പത്രക്കാരുടെ ഒക്കെ മുന്നിൽ നിന്നിട്ട് എനിക്കൊരച്ഛണ്ടേ എന്ന് പറഞ്ഞ രാജേഷ്. ആ രാജേഷും ശ്രീരാമകൃഷ്ണൻ MLA ഒക്കെ നേതൃത്വം കൊടുത്തുകൊണ്ട് പരസ്യമായി ഗോമാംസം വലിയ വട്ടളങ്ങളിൽ വെച്ച് പരസ്യമായി അങ്ങോട്ടും ഇങ്ങോട്ടും വാരി കഴിക്കുമ്പോൾ ഹിന്ദുക്കളെ അതിന് കിട്ടി. തൊട്ടപ്പുറത്തുനിന്ന് മണം കേട്ട് മുസ്ലിം ലീഗുകാരൻ ഓടി വന്നു. അവന്റെ എന്താണ്ട് സെമിനാർ നടക്കുന്നുണ്ട്. പോത്തർച്ചിയുടെ മണം കേട്ടപ്പോ അവൻ ഓടി വന്നിട്ട് ചോദിച്ചു, സഖാവേ ഹലാലായ ഇറച്ചി തന്നെയല്ലേ എന്ന് ചോദിച്ചു. അതെ ഹലാലായ ഇറച്ചിയാണ്, ബിസ്മി ചൊല്ലി അറുത്തതാണ്. അപ്പൊ പാവ ഹിന്ദുവിന്റെ വായയിലേക്ക് ഗോമാംസം വെച്ച് കയറ്റാൻ സാധിക്കുമ്പോൾ നിങ്ങൾ എല്ലായിടത്തും ഹലാലായ മാംസമേ വിളമ്പുന്നുള്ളൂ. കാരണം ബിസ്മി അല്ലാണ്ട് അറുത്തത് മുസ്ലിങ്ങൾക്ക് പറ്റില്ല. നിങ്ങൾക്ക് ആ മതവിശ്വാസം പാലിക്കാൻ പറ്റും. ആ മതവിശ്വാസം നിങ്ങൾക്ക് പാലിക്കാൻ പറ്റുന്നു. ഹലാലായ മാംസം തന്നെയാണ് ഉറപ്പിച്ചതാ മുസ്ലിം ലീഗുകാരൻ വന്ന് കഴിച്ചത്. അങ്ങനെ എന്നെ എല്ലാ കോളേജിലും എല്ലായിടത്തും ചേർക്കണം. അപ്പൊ ഇത് വ്യാപകമായി നടത്തുന്നു ഡിവൈഎഫ്ഐ. അപ്പോ എന്റെ ചോദ്യം, ഡിവൈഎഫ്ഐ ഫുൾ ഫോം മാറ്റിയോ? ഡെമോക്രാറ്റിക് യൂത്ത് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു. കാര്യം ഇന്ത്യയിൽ എവിടെ ഇല്ല. കേരളം വിട്ടാ പിന്നെ ഈ മുതലിനെ കാണണമെങ്കിൽ പണിക്കര് പോയിട്ട് രാശി വെച്ചൊക്കെ മഷിനോട്ടം നടത്തുകയൊക്കെ ചെയ്താലേ ചിലപ്പോ ഒരു പൊട്ടുംപൊടിയൊക്കെ കാണുള്ളൂ. എന്നാലും മനോരാജ്യത്തിൽ എന്തിനാ അർദ്ധരാജ്യം കിടക്കട്ടെ ഇന്ത്യ എന്നൊരു പേര്. ഇന്ത്യ എന്നൊരു പേരവിടെ കിടന്നോട്ടെ, ബ്രാക്കറ്റിൽ കിടക്കണുണ്ട് എന്നല്ലേ ഉള്ളൂ, വലിയ ശല്യമൊന്നും ഇല്ലല്ലോ എന്ന് വിചാരിച്ചല്ലേ പണ്ടാരാണ്ട് പറഞ്ഞില്ലേ എന്ത് ഇന്ത്യ, ബോംബെയുടെ ഒരു മൂലക്കുണ്ടോ എന്ന് ചോദിച്ചു ഇത്രേ. അതേപോലെ ഇന്ത്യ വെച്ചിരിക്കണേ. എന്ത് ഇന്ത്യ, കേരളത്തിന്റെ ഒരു മൂലക്കുണ്ടോ എന്ന് പറഞ്ഞ മാതിരി ഞങ്ങളുടെ കേരളം ഇന്ത്യ തന്നെയാണ്. അപ്പൊ ഡെമോക്രാറ്റിക് യൂത്ത് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ, ഇതാണ് ഞാൻ മനസ്സിലാക്കിയിരുന്നത്. ഡെമോക്രാറ്റിക് യൂത്ത് ഫെഡറേഷൻ ഓഫ് ഇസ്ലാം എന്നാക്കി മാറ്റിയോ? അത് ഈ ഗോമാംസത്തോടുള്ള ആർത്തി കാണുമ്പോ തോന്നണതാ, അത് കഴിപ്പിച്ചേ അടങ്ങൂ എന്ന് കാണുമ്പോ തോന്നണതാണ്. മക്കളെ, നിങ്ങൾ ഇവിടെയല്ല ബീഫ് ഫെസ്റ്റ് നടത്തേണ്ടത്. ബീഫ് ഫെസ്റ്റ് നിങ്ങൾ നടത്തേണ്ട സ്ഥലമുണ്ട്. 2003 മുതൽ ഗോവധം നിരോധിച്ച കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രമായ ക്യൂബയിൽ പോയി നടത്തുക. ക്യൂബ 2003 മുതൽ ഗോവധം നിരോധിച്ചിരിക്കുന്നു. വിശ്വാസത്തിന്റെ പുറത്തല്ല, സാമ്പത്തികമായ ചില കാര്യങ്ങളെ കൊണ്ട്.
ക്യൂബ ലോകത്തിന്റെ പഞ്ചസാര കിണ്ണമായിരുന്നു. ഏറ്റവും കൂടുതൽ പഞ്ചസാര ഉൽപ്പാദിപ്പിച്ചിരുന്ന രാജ്യമായിരുന്നു. പക്ഷെ എല്ലാ രാജ്യങ്ങളും അവരുമായി മത്സരിച്ച് പഞ്ചസാര ഉൽപാദനത്തിൽ മുന്നോട്ട് വന്നപ്പോൾ അവരുടെ ആ മാർക്കറ്റ് ഇടിഞ്ഞു. ഉടനെ അവർക്ക് കൃഷിയിലേക്ക് തിരിഞ്ഞേ പറ്റുമായിരുന്നുള്ളൂ. ആ കൃഷി ഭംഗിയായി നടത്തിക്കൊണ്ടു പോകാൻ കന്നുകാലികൾ ആവശ്യമാണ്. അതുകൊണ്ട് അവരൊരു നിയമമിട്ടു, ഗോവധം നിരോധിച്ചു, കന്നുകാലികളെ കൊല്ലുന്നത് നിരോധിച്ചു, കൃഷി ഭംഗിയായി നടത്തിക്കൊണ്ടു പോകാൻ. ഹൈന്ദവ വിശ്വാസങ്ങളും കേവലം അന്ധവിശ്വാസമായി ഒന്നും ഹിന്ദുവിനെ ഇതുവരെ പഠിപ്പിച്ചിട്ടില്ല. ദൈവത്തിന് ഇഷ്ടമല്ല അതുകൊണ്ട് എന്ന് പറഞ്ഞിട്ടില്ല. ദൈവത്തിന് ഇഷ്ടമാണ് അതുകൊണ്ട് എന്നും പറഞ്ഞൊരു വിശ്വാസവും ഇല്ല. ആവശ്യമുള്ളത് മാത്രമേ ഇവിടെ വിശ്വാസമായിട്ടുള്ളൂ. ഈ മണ്ണിനെ തൊട്ടൊന്ന് പൂജിക്കാൻ ഹിന്ദുവിനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഈ പ്രകൃതിയെ സ്നേഹിക്കാനാണ്, ഇതിനെ നിലനിർത്താനാണ്. ആലിലും വേപ്പിലും മരത്തിലെല്ലാം ഈശ്വരനുണ്ട് എന്ന് പറഞ്ഞത് അവയുണ്ടെങ്കിലേ നമ്മളുള്ളൂ എന്ന തിരിച്ചറിവിലാണ്. സർവ്വ ജീവജാലങ്ങളെ ഉറുമ്പിന് വരെ ആഹാരം കൊടുക്കാൻ പറഞ്ഞത്, അരിപ്പൊടി കൊണ്ട് കോലം വരയ്ക്കാൻ പറഞ്ഞത് ആ ഉറുമ്പും ഇവിടുത്തെ ജൈവ വൈവിധ്യത്തിന്റെ ഭാഗമാണ് എന്നതുകൊണ്ടാണ്. ഗോവധം നിരോധിക്കുന്നതും അങ്ങനെ ഒരു സാഹചര്യത്തിൽ. ഭാരതം കാർഷിക രാജ്യമാണ്. എപ്പോഴാ ഭഗവാൻ ഗോപാലകൃഷ്ണനാകണത്? മഹാവിഷ്ണുവിന്റെ ചരിതം തൊട്ട് നോക്കുക. മീനായും മാമയായും പന്നിയായും വാമനനായും നരസിംഹമായും പരശുരാമനായും ശ്രീരാമനായും വരുന്നത് വരെ പശുവിനെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ടോ? ശ്രീരാമന്റെ കഥയെ കേട്ടിട്ടുണ്ടോ നമ്മള്? മത്സ്യാവതാരം തൊട്ട് കൃഷ്ണാവതാരം വരെ നമ്മൾ ഗോവിന്റെ മഹാത്മ്യം കേൾക്കുന്നുണ്ടോ? ഇല്ലല്ലോ. ശ്രീകൃഷ്ണനിൽ തൊട്ടല്ലേ നമ്മൾ ഗോവിന്റെ മഹാത്മ്യം കേൾക്കണത്. എന്തുകൊണ്ട്? അത് കൃഷിയുടെ ചരിത്രമാണ്. ജ്യേഷ്ഠനും അനുജനും നോക്കുക, അവതാരം ഒപ്പം ബലരാമനും ശ്രീകൃഷ്ണനും. ബലരാമൻ കൃഷിക്കാരനാണ്, കൃഷി പ്രചരിപ്പിച്ചതാണ്. വെട്ടിയ വെട്ടിനാൽ കാളിന്തി ആറ്റിനോ പൊട്ടിയ ശാഖോപ ശാഖതോറും എന്ന് പറഞ്ഞ് കാളിന്തി നദിയെ വലിച്ചഴച്ചു കൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ ജലസേചനം നടത്തിയിട്ട് കലപ്പയായുധമായി നടക്കുന്ന ജ്യേഷ്ഠൻ ബലരാമനും കന്നുകാലികളെ നോക്കി നടക്കുന്ന ഗോപാലകനായ ഭഗവാനും ഒപ്പം അവതരിച്ചത് ഭാരതം കാർഷിക സമൃദ്ധിയിലേക്ക് നീങ്ങിയതിന്റെ സൂചനയാണ്. കൃഷി അടിസ്ഥാനമായി ജീവിച്ചതിന്റെ തുടക്കമാണ്. വേദങ്ങളിൽ പാടി പുകഴ്ത്തുന്ന ഗോമാതാക്കളെ പറ്റിയുള്ള സംരക്ഷണം ഇതിഹാസത്തിലും പുരാണത്തിലും ഇവിടെ നമുക്ക് മനസ്സിലാകുന്നുള്ളൂ. കാരണം ഇത് കൃഷിയുമായി ബന്ധപ്പെട്ടതാണ്, അല്ലാതെ ഇത് അന്ധവിശ്വാസമല്ല. 1000 പശുക്കളെ ഉണ്ടാകട്ടെ എന്നൊക്കെ വേദമന്ത്രങ്ങളിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അത് ഇവിടുത്തെ സമൃദ്ധിയുടെ കൃഷിയുമായി ബന്ധപ്പെട്ട നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. അപ്പോ ആ ഒരു അടിത്തറയെങ്കിലും നോക്കാതെ എന്തിനിതിന്റെ പുറത്ത് കുതിര കയറുന്നു? എന്തേ കേരളത്തിൽ കൃഷി നശിച്ചത്? ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? തമിഴന്റെയും തെലുങ്കിന്റെയും വണ്ടി വന്നിട്ടില്ലെങ്കിൽ എന്താ നമുക്കുള്ളത്? നട്ടാ മുളയ്ക്കാത്ത, വെച്ച വേകാത്ത, തിന്നാ ദഹിക്കാത്ത കമ്മ്യൂണിസം അല്ലാതെ മറ്റെന്താ ഈ മണ്ണിൽ ഉണ്ടാവുന്നത്? തമിഴിന്റെയും തെലുങ്കിന്റെയും വണ്ടി വന്നില്ലെങ്കിൽ കമ്മ്യൂണിസം തന്ന് വെള്ളം കുടിച്ച് ജീവിക്കേണ്ടിരും നമ്മള്. വേറെ യാതൊരു മുതലും ഈ മണ്ണിലില്ല. എങ്ങനെ ഇവിടുത്തെ ആ സമൃദ്ധി മുഴുവൻ പോയത്? നെല്ലറകൾ എങ്ങനെ കള്ളറകളായി മാറിയത്? ഇന്ന് സർക്കാരിന് വരുമാനം വേണമെങ്കിൽ നാട്ടുകാർ കള്ളുടിക്കണം, അല്ലെങ്കിൽ ശമ്പളം കൊടുക്കാൻ വഴിയില്ല. നാട്ടുകാർ കള്ളുടിച്ച് പിപ്പിരി ആയിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ മറ്റേ മദ്യം വിറ്റില്ലെങ്കിൽ, അതിന്റെ വരുമാനം കിട്ടിയില്ലെങ്കിൽ നയാ പൈസ വരുമാനമില്ല. ആളുകൾ വെള്ളമടിച്ച് റോട്ടിൽ കിടക്കുന്ന കാണുമ്പോൾ ഒരു ടീച്ചറെ എന്ന നിലയിൽ അല്ലെ, അതുപോലെ തന്നെ ഹിന്ദു ഐക്യവേദിയുടെ ഒരു പ്രവർത്തക എന്ന നിലയിൽ എനിക്ക് വിഷമം തോന്നുന്നത്, ഭഗവാനെ മനുഷ്യൻ ഇങ്ങനെ നശിക്കണമല്ലോ എന്നുള്ളത്. പക്ഷെ ശമ്പളം വാങ്ങുന്ന ഒരു സർക്കാർ ജീവനക്കാരി എന്ന നിലയിൽ എനിക്ക് ഇത്തിരി സന്തോഷം തോന്നുന്നു. മോനെ കുടിച്ചോ, ഇയൊക്കെ കുടിക്കണോണ്ടാണ് മാസം ശമ്പളം എനിക്ക് മുടങ്ങാണ്ട് കിട്ടണത്, വേറെ ഒന്നും ഇവിടെ ഇല്ലല്ലോ, അതുകൊണ്ട് നീ കുടിച്ച് നശിക്കടാ എന്നറിയാണ്ട് പറഞ്ഞു പോകും. കാരണം ശമ്പളം കിട്ടിയില്ലെങ്കിൽ നമുക്ക് രക്ഷ വാങ്ങാൻ പറ്റില്ലല്ലോ. അപ്പോ ഈ കള്ള് മാത്രമായി കേരളത്തെ മാറ്റിയത് ഒന്നൊടുക്കിയത് കൊണ്ട് തന്നെയാണ്. ഇവിടെ ഇറച്ചിക്കാണ് പ്രാധാന്യം, മറ്റൊന്നിനുമല്ല. ആ ഇറച്ചിയുടെ പ്രാധാന്യത്തിന്റെ പേരിൽ നടന്നപ്പോൾ അവിടെയാണ് നമുക്ക് കൃഷി നശിച്ചത്. ഇനി നമ്മളൊന്ന് ചിന്തിക്കൂ, ഏതിന്റെ പശ്ചാത്തലത്തിൽ ഗോവധം നിരോധിക്കുന്നു? ഇന്ന് പണ്ടത്തെ മാരില്ല. പണ്ട് നാഴിയൊരി പാലുണ്ടെങ്കിൽ നാടാകെ കല്യാണം നടത്തായിരുന്നു. വീട്ടിലൊരു കുട്ടി ഉണ്ടെങ്കിലേ പണ്ടൊക്കെ പാല് വേണ്ടുള്ളൂ. കുട്ടിയോടൊന്നും ഇല്ലെങ്കിൽ ആർക്കും പാല് വേണ്ട, എല്ലാവർക്കും കട്ടൻ ചായയും കട്ടൻ കാപ്പിയും ഒക്കെ മതിയായിരുന്നു. ഇന്ന് അതാണോ അവസ്ഥ? ഇന്ന് ഓരോ അങ്ങാടിയിൽ എത്ര ലിറ്റർ പാല് പോണ്ട്? ഇന്ന് ആകെ പാലഭിഷേകമല്ലേ? പാലൊഴിച്ചിട്ടും മറ്റേ പാൽപായസമായിട്ടും ഐസ്ക്രീം ആയിട്ടും അതായിട്ടും ഇതായിട്ടും തൈരായിട്ടും നെയ്യായിട്ടും പാലില്ലാതെ ഒരു കച്ചവടല്ലേ? ഡിവൈഎഫ്ഐക്കാരനെ കറന്നാ കിട്ടുമോ ഈ പാല്? കേരളത്തിൽ വേണ്ട ഈ ലക്ഷക്കണക്കിന് ടൺ പാല് ഡിവൈഎഫ്ഐക്കാരനെ കറന്നാ കിട്ടുമോ? പശുവിനെ കറന്നാലേ കിട്ടുള്ളൂ. അവസാനം എന്താ? കണ്ടെടുക്കുന്ന മറ്റേ സോയാബീന്റെ ചണ്ടി വെള്ളം, അല്ലെങ്കിൽ അതുപോലുള്ള പാലിന്റെ അംശം ഇല്ലാത്തതാണ് ഇവിടെ വരുന്ന പല പാക്കറ്റ് പാലും. 1% പോലും പാലില്ല.
മറ്റെന്തൊക്കെയോ സാധനങ്ങള്, അതിന് പ്രധാനം സോയാബീന്റെ നീരൊക്കെയാന്നാ പറഞ്ഞത്. മറ്റെന്തൊക്കെയോ സാധനങ്ങൾ, സർഫ് വരെയുണ്ടെന്നാ കേൾക്കണത്. മറ്റെന്തൊക്കെയോ സാധനങ്ങൾ ഇട്ട് പാലെന്ന പേര്, കാരണം പശുവിന്റെ പാല് മാത്രമാണെന്ന് പറഞ്ഞാൽ നടക്കുമോ? നേരത്തെ പറഞ്ഞ ഒരു ഡിവൈഎഫ്ഐക്കാരന് മുഴുത്ത സഖാക്കളെ ഒന്നും നടന്നാൽ കിട്ടില്ല. കേരളത്തിന് വേണ്ട പാല്, നാടാകെ പാല് വേണം. ഇത്തരം നഗ്നമായ യാഥാർത്ഥ്യങ്ങളെ തിരിച്ചറിയാതെയാണോ ഇത്തരം കോലാഹലത്തിലേക്ക് ഡിവൈഎഫ്ഐക്കാരനെ എടുത്തു ചാടുന്നത്? അപ്പ പറയും ഇത് കഴിക്കാൻ ഇഷ്ടമല്ലോ ഇല്ലേ ഇവിടെ? അവനെന്താ ചെയ്യാ? ഭക്ഷണ സ്വാതന്ത്ര്യം വേണ്ടേ? അതിനുമേൽ മൂക്ക് കയറിടുന്നത് ഫാസിസം അല്ലേ? ഗോമാംസം കഴിക്കണമെന്ന് ആഗ്രഹമുള്ളവർ ഇവിടെ ഉണ്ട്. സഖാക്കളെ, ഗോമാംസം മാത്രമല്ല കഴിക്കണമെന്ന് ആഗ്രഹമുള്ളത്, വെടിയിറച്ചി നല്ല സാധനം പറയണം. അവിടെ ഇഷ്ടമുള്ള ഒരുപാട് പേരുണ്ട്. കാട്ടിൽ പോയിട്ട് വേട്ടയാടി കൊണ്ടുവന്നിരുന്ന വെടിയിറച്ചി, മൃഗങ്ങളെ വേട്ടയാടി കൊണ്ടുവന്നിരുന്ന വെടിയിറച്ചി നമ്മുടെ നാട്ടിലെ പലരുടെയും ഹരമായിരുന്നു. എന്തേ നമ്മൾ നിരോധിച്ചത്? പണ്ട് രാജാക്കന്മാരൊക്കെ വേട്ടയ്ക്ക് പോയിരുന്നില്ലേ? അത് മൃഗങ്ങൾ അധികരിക്കുമ്പോൾ പ്രജകളെ രക്ഷിക്കാനുള്ള ഒരു പരിപാടിയായിരുന്നു. ഇന്ന് അതും പറഞ്ഞ് നമ്മൾ വേട്ട അനുവദിച്ച കാട് വെളുപ്പിക്കും. അങ്ങോട്ട് കയറി മുഴുവൻ നിരത്തി കൊന്ന് പിന്നെ മൃഗം എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടാവില്ല. അതുകൊണ്ട് ആ മൃഗങ്ങൾ കൂടി ഉണ്ടെങ്കിലേ നാടുള്ളൂ. ആ ജൈവ വൈവിധ്യം സംരക്ഷിക്കാനാണ് നമ്മൾ വേട്ടയാടൽ നിരോധിച്ചിരിക്കുന്നത്. എന്റെ ആനക്കൊമ്പ് വിറ്റാൻ പറ്റില്ലേ? കാശിട്ടില്ലേ? പുലിത്തോല് വിറ്റാൻ പറ്റില്ലേ? പുലിനഖം വിറ്റാൻ പറ്റില്ലേ? ഇതൊക്കെ വിറ്റ് കാശുണ്ടാക്കിയിരുന്നില്ലേ? എന്തിനെ നിയന്ത്രിച്ചത്? അത് ഇവിടുത്തെ പ്രകൃതിക്ക് ദോഷമാണ്. എന്റെ സഖാക്കൾ അതിന്റെ പേരിൽ ഇറങ്ങാത്ത? വെടിയിറച്ചി തിന്നണോന്നുണ്ടല്ലോ, ഗോമാംസം തിന്നണോനെ പോലുള്ള മോഹം. നിങ്ങൾ എന്തേ ആ നിയമത്തിനെതിരെ പറയാഞ്ഞത്? വേട്ടയാടാൻ അനുവദിച്ചേ പറ്റൂ, ഞങ്ങൾക്ക് കാട്ടിക്കേറി കൊല്ലാനുള്ള അനുവാദം വേണം എന്ന് പറഞ്ഞ് എന്തേ നിങ്ങൾ ഇറങ്ങാഞ്ഞത്? അപ്പോ അതാത് കാലങ്ങളിൽ ചില നിയന്ത്രണങ്ങളും നിബന്ധനകളും ഒക്കെ വേണ്ടിവരും. സമാജത്തിന്റെ പൊതുവായ നന്മയ്ക്ക് വേണ്ടിയിട്ട്, ചില ദോഷങ്ങൾ ഒഴിവാകാൻ വേണ്ടി നമ്മൾ എന്ത് തന്നെ ഇഷ്ടമാണെങ്കിലും ചിലത് ഒഴിവാക്കിയേ മതിയാകുള്ളൂ. അപ്പൊ അങ്ങനെ അതിന്റെ പിന്നിലൊരു സാമ്പത്തികമായ വശമുണ്ട്, സാമൂഹികമായ ഒരു വശമുണ്ട്. അതിന്റെയൊക്കെ പുറത്ത് തന്നെയാണ് ഗോവിനെ മാതാവായി കാണാൻ വിശ്വാസപരമായത് ഒന്നും നിങ്ങൾ വിശ്വസിക്കണ്ട. അത് വിശ്വാസിയെ മാത്രം ബാധിക്കുന്നതാണ്. കാരണം വിശ്വാസത്തിന്റെ പുറത്തേ ഇതൊക്കെ നമ്മൾ അംഗീകരിക്കുള്ളൂ. അതല്ലാതെ ശാസ്ത്രം പറഞ്ഞാൽ, എക്കണോമിക്സ് പറഞ്ഞാൽ നമ്മൾ ആരും ഇതൊന്നും അനുസരിക്കില്ല. അതുകൊണ്ട് തന്നെ ഇതിനൊക്കെ വിശ്വാസത്തിന്റെ ഒരു മേൻപൊടി ഉണ്ടായിരിക്കും. നിങ്ങൾ വിശ്വാസം വേണ്ട, നിങ്ങൾ എന്തേ അടിസ്ഥാനപരമായ ഇത്തരം കാര്യങ്ങൾ ചിന്തിക്കാഞ്ഞത്? ഇനി മഹാരാഷ്ട്രയിൽ മഴ പെയ്തപ്പോ ഇവിടെ കുട പിടിച്ചു. മഹാരാഷ്ട്രയിൽ ഗോവധം നിരോധിച്ചോന്നല്ല കേട്ടോ, ഗോവധം നിരോധിച്ചു എന്ന് കേട്ടപ്പോഴേക്കും ഇവിടെ ഗോമാംസം വാരി വെതറി നാട് മുഴുവൻ ഓടി. കോട്ടയം ജില്ലയിലെ എരുമേലി സെന്റ് തോമസ് മതേതരത്വത്തിന്റെ പുണ്യഭൂമിയാണല്ലോ. എരുമേലി സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ കത്തോലിക്ക സഭയുടെ കീഴിലുള്ളതാണ്. ആ എരുമേലി സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കഴിഞ്ഞ ജൂലൈ മാസത്തില് ഒരു കെട്ടിടം ഉദ്ഘാടനം ചെയ്തു, സ്റ്റാഫ് റൂമായിട്ട്. അതിന്റെ ഭാഗമായിട്ട് അവിടുത്തെ അധ്യാപകർക്കും മറ്റേ PTA-ക്കും കത്തോലിക്ക സഭ ഒരു ട്രീറ്റ് കൊടുത്തു. ഇഷ്ടം പോലെ സാധനം കൊടുത്തു. കാരണം കത്തോലിക്ക സഭയ്ക്ക് കാശിന് ബുദ്ധിമുട്ടൊന്നുമില്ല. അത്ര വന്നില്ല തോന്നുന്നുണ്ട്. ഈ ഭക്ഷണ സാധനം പാക്കറ്റ് കണക്ക് അങ്ങനെ ബാക്കിയായി. ഭക്ഷണം വെറുതെ കളയണത് ആർക്കും ഇഷ്ടമല്ലല്ലോ. അപ്പോ ഒരു സജഷൻ ചിലർ പറഞ്ഞു, കുട്ടികളെ NCC കുട്ടികൾ അവിടെ പരേഡ് നടത്തുന്നുണ്ട് ഗ്രൗണ്ടിൽ. നമുക്കറിയാലോ, രാവിലെ മുഴുവൻ സ്കൂളിൽ തടഞ്ഞിരുന്ന് 4 മണി കഴിഞ്ഞ് ചവിട്ടും തുള്ളൻ നടക്കണ കുട്ടികളെ പറഞ്ഞാൽ ആന കിട്ടിയാൽ തിന്നുപോകും. കാര്യം അവർക്ക് 2 പൊറാട്ട എന്താണ്ട് റിഫ്രഷ്മെന്റ് കൊടുക്കുന്നുണ്ട്. ആനവായാൽ അമ്പാഴങ്ങ പറഞ്ഞ മാതിരി അത് എവിടൊക്കെ പോണി 4 മണി വരെ നിന്ന് ഈ ചവിട്ടും തൊഴിയും കഴിഞ്ഞാൽ. അപ്പോ ഇവർക്കൊരു ഇത്, അത് ആ കുട്ടികൾക്കാണ് കൊടുത്താലോ ഭക്ഷണം എന്ന് വെച്ചു. NCC മാഷെ വിളിച്ചു. NCC മാഷ പറഞ്ഞു കൊടുക്കാമെന്ന് പറഞ്ഞു. ആദ്യം ലീഡേഴ്സിനെ വിളിച്ചപ്പോൾ ഇതിന്റെ കാറ്ററിംഗ് കൊണ്ടുവന്നവർ പറഞ്ഞു അതിൽ ചിലത് പന്നിമാംസം കൊണ്ട് ഉണ്ടാക്കിയതാണ്. അപ്പൊ മുസ്ലിം കുട്ടികൾക്ക് പന്നിമാംസം കഴിക്കാൻ പാടില്ല. അതിൽ ചിലത് പന്നിമാംസം കൊണ്ട് ഉണ്ടാക്കിയതാണ്. മാത്രമല്ല റംലാൻ മാസമാണ്, നേരെ സന്ധ്യയല്ല. അപ്പൊ ഇത് രണ്ടും പറഞ്ഞിട്ട് കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. അവര് പറഞ്ഞിട്ട് തന്നെ കൊടുത്തത് പന്നിമാംസം ഉണ്ട് ഇതില് എന്ന് പറഞ്ഞിട്ടാണ് അവർ കൊടുത്തത്. പക്ഷെ ആ കഥ അവിടെ ശുഭപര്യവസാനിയായി അവിടെ കഴിഞ്ഞില്ല. പിറ്റേ ദിവസം സ്കൂളിലേക്ക് 3 നേതാക്കൾ കയറി വന്നു. ഒന്ന് KPCC-യുടെ സംസ്ഥാന സെക്രട്ടറിയായ ഒരു സലാം, മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ഭാരവാഹിയായ ഒരു സലീം, ഒക്കെ സംസ്ഥാനമാണ് കേട്ടോ. CPM-ന്റെ എരുമേലി മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന ഒരു സെയ്ദലി. ഇങ്ങനെ 3 പേരും കൂടിയിട്ട് ആ സ്കൂളിലേക്ക് അകത്തേക്ക് കയറി വന്നു. പുതിയ സ്റ്റാഫ് റൂം കാണാൻ വന്നതല്ല, പഠിക്കൽ നിന്നിട്ട് ആക്രോശമാണ്. റംലാൻ മാസത്തിൽ മുസ്ലിം കുട്ടികൾക്ക് പന്നിമാംസം കൊടുത്ത ബാക്കി അൺപാർലമെന്ററിയാണ്, ഇവിടെ പറയാൻ പറ്റില്ല. അവൻ എവിടെയാടാന്ന് ചോദിച്ചിട്ടാണ് വന്നത്. അതിന്റെ ഇടയിൽ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് അത് നിങ്ങൾക്ക് ഞാൻ വിട്ടുവരുന്നു. സംഗതി അൺപാർലമെന്ററി ആണ് എന്ന് മാത്രം ചിന്തിച്ചാൽ മതി. അങ്ങനെ ഉമ്മറപ്പടിയിൽ നിന്നിട്ടേ ആക്രോശിച്ചു. അവരുടെ പുറകെ ഒരു വലിയ ജനക്കൂട്ടം ആ സ്കൂളിലേക്ക് കയറി.
26 വയസ്സ് മാത്രം പ്രായമുള്ള NCC അധ്യാപകനെ അവിടെ ഇട്ട് മൃതപ്രായനാക്കി അടിച്ചിട്ട്. മോശല്ലേ? എൻ്റെ മാഷക്കും കിട്ടി. അല്ലേ, ഒരു സഹാധ്യാപനം കിട്ടുമ്പോ തടയാനെങ്കിലും ചെല്ലുമല്ലോ ഹെഡ് മാഷക്കും കിട്ടി. മോശമല്ലാണ്ട് ഒരു 10-100 ആളാണ് അവിടെ കയറി നായാടിയത്. ആ സ്കൂളിൽ തകർക്കാൻ പറ്റുന്ന എന്തൊക്കെയുണ്ടോ അത് മുഴുവൻ തകർക്കും. CPM അറിഞ്ഞില്ലായിരുന്നു, DYFI അറിഞ്ഞില്ലായിരുന്നു. നമുക്ക് അവിടെ ഒരു പന്നി ഫെസ്റ്റ് നടത്താനുള്ള സ്കോപ്പ് ഉണ്ടായിരുന്നല്ലോ. പന്നി മാംസം കൊടുത്തു എന്ന് പറഞ്ഞിട്ടാണ് ഈ തെമ്മാടിത്തരം മുഴുവൻ അവിടെ കാണിച്ചത്. 2 അധ്യാപകരെ കൊലയ്ക്ക് മൃതസമാനരാക്കി, സ്കൂള് മുഴുവൻ അടിച്ചു പൊളിച്ചു. SFIക്കാർക്കെങ്കിലും നടത്താമായിരുന്നില്ലേ ഒരു പന്നി ഫെസ്റ്റ്? അധ്യാപകനെ അല്ലേ ശിക്ഷിച്ചത്? KSTA-ക്കാർക്ക് നടത്താമായിരുന്നില്ലേ ഒരു പന്നി ഫെസ്റ്റ്? അതോ മക്കളെ നിങ്ങൾക്ക് ഈ ബീഫ് മാത്രമേ വെക്കാൻ അറിയുള്ളൂ, ഇത് മാത്രമേ വിളമ്പാൻ അറിയുള്ളൂ, അതിന് മറ്റെവിടെങ്കിലും പഠിക്കേണ്ടി വരുമോ? അല്ല, മറ്റു മതവിശ്വാസങ്ങളെ മാനിക്കാൻ അറിയാം, താഴേണ്ട അടുത്ത് താഴാൻ അറിയാം, തൊഴിക്കേണ്ട അടുത്ത് തൊഴിക്കാനും നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇവിടെയാണ് അണികൾ പുനർവിചിന്തനം നടത്തുക. ഇത്തരം മഹാപാപങ്ങൾ നിങ്ങളെ കൊണ്ട് ചെയ്യിക്കുന്ന ഈ പ്രസ്ഥാനവുമായി നിങ്ങൾക്ക് ഇനി ഏതെങ്കിലും തരത്തിലുള്ള ബന്ധം വേണമോ എന്ന്. നിങ്ങളുടെ കൂടെ നിൽക്കുന്ന മുസ്ലിം സഖാക്കൾക്ക് അവരുടെ മതവിശ്വാസം 100% അനുഷ്ഠിക്കാൻ നിങ്ങളുടെ പാർട്ടി കൂട്ടുണ്ട്. നിങ്ങളുടെ കൂടെയുള്ള ക്രൈസ്തവ സഖാക്കൾക്ക് അവരുടെ വിശ്വാസം 100% പുലർത്താൻ നിങ്ങളുടെ പാർട്ടി കൂടെയുണ്ട്. പക്ഷെ ഹിന്ദു മാത്രം അവന്റെ വിശ്വാസങ്ങളെ തെരുവിലെറിയണം എന്ന് പറയുന്നതും ഇതേ പാർട്ടിയാണ്. അമ്പലം പൊളിച്ചാൽ അന്ധവിശ്വാസം നശിച്ചു പറഞ്ഞത് ഇവര് തന്നെ. അമ്പലങ്ങൾക്കെതിരെ ആക്രോശിച്ചത് ഇവര്. ശബരിമലക്കെതിരെ അപവാദം പറഞ്ഞു വരുത്തിയവർ ഇവര്. ഇതൊന്നും മറ്റൊരു മതസ്ഥരുടെയും ഒരു വിശ്വാസത്തിലേക്കും കയറിയില്ല. എന്തുകൊണ്ട്? ശാസ്ത്ര സാഹിത്യ പരിഷത്ത് അങ്ങനെ ചോദിക്കാൻ പഠിപ്പിച്ച് എന്തുകൊണ്ട് 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 എന്നല്ലേ. കാക്ക പറക്കുന്നത് എന്തുകൊണ്ട്? പൂച്ച എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. കാക്കയും പ്രാവും പറക്കുന്ന പോലെ എന്റെ പൂച്ച പറക്കാത്തത് എന്തുകൊണ്ട്? അതാ ചോദിക്കണത്. കാക്കയും പ്രാവും പറക്കുന്ന പോലെ പൂച്ച പറക്കാത്ത എന്താന്നുള്ള വിഡ്ഢിത്തൊന്നും നമ്മുടെ ഉള്ള ചോദ്യം ഇല്ല. ക്രിസ്ത്യാനിക്ക് മതവിശ്വാസം ഉള്ളതുപോലെ, ഇസ്ലാമിന് മതവിശ്വാസം ഉള്ളതുപോലെ ഹിന്ദുവിനില്ല എന്ന് നിങ്ങൾ പറയുന്നത് എന്തുകൊണ്ട്? ക്രിസ്ത്യാനിക്ക് ആചാരമാകാമെങ്കിൽ, മുസ്ലിമിന് ആചാരമാകാമെങ്കിൽ ഹിന്ദുവിന് ആചാരം പാടില്ല എന്ന് നിങ്ങൾ പറഞ്ഞത് എന്തുകൊണ്ട്? ഇത്തരം എന്തുകൊണ്ടുകൾക്ക് നിങ്ങൾ ഞങ്ങളോട് ഉത്തരം പറഞ്ഞില്ലെങ്കിലും നിങ്ങളുടെ അണികളോട് നിങ്ങൾ ഇന്നല്ലെങ്കിൽ നാളെ എണ്ണി ഉത്തരം പറയേണ്ടി വരും. കാരണം ഇതൊക്കെ അവർ ഉള്ളിലിട്ട് ഇങ്ങനെ വീർപ്പ് മുട്ടുക. അതിന്റെ അനന്തരഫലം അറിയണോ? 10-12 കൊല്ലം മുമ്പ് നമ്മുടെ ചാലക്കുടിയിലെ ഒരു ജോബ് ഫാദർ കൊല ചെയ്യപ്പെട്ടു. ഓർമ്മയുണ്ടാകും പലർക്കും. തൃശ്ശൂർ ജില്ലയിലാണല്ലോ. ഫാദർ ജോബ് കൊല ചെയ്യപ്പെട്ടു. കൊലയാളിയെ പിടിച്ചു. കൊലയാളിയെ പിടിച്ചപ്പോ എല്ലാരും വിചാരിച്ചത് ഇപ്പൊ കിട്ടും ഒരു RSSകാരനെ കാണുന്ന. കാരണം ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ. പള്ളിയിൽ അച്ഛനല്ലേ കൊന്നത്, RSSകാരനാകും. പക്ഷെ കൊണ്ടുവന്ന് നിർത്തിയപ്പോ ഒന്നാം തരം CITU-കാരൻ അവനോട് ചോദിച്ചു, നീ എന്നെയാണോ കൊന്ന? ആ, ഞാൻ തന്നെയാ കൊന്ന. എന്തായിരുന്നു ഇയാളുമായി നടക്കുള്ള വൈരാഗ്യം? പോലീസുകാർ എനിക്ക് ഇയാളെ അറിയ പോലും ഇല്ല എന്ന്. പിന്നെ എന്തിനാ നീ അച്ഛനെ കൊന്ന? എനിക്ക് ഈ അച്ഛനെ അറിയ പോലും ഇല്ല. പിന്നെ എന്തിനാ ഈ അച്ഛനെ കൊന്ന? എനിക്കൊരു അച്ഛനെ കൊല്ലണം എന്നേ ഉണ്ടായിരുന്നുള്ളൂ. CITU-കാരൻ പറഞ്ഞതാ, എനിക്കൊരു അച്ഛൻ. അതെന്തിനാ അങ്ങനെയെന്ന് വെച്ചു. എന്റെ പെങ്ങളെ മതം മാറ്റിയ ആൾ ഇതൊന്നല്ല, അങ്ങോരവിടുന്ന് മാറിപ്പോയിരിക്കുന്നു. ഇയാള് കഷ്ടകാലത്തിന് തലേ ദിവസം അവിടെ എത്തിയാളാ. മറ്റേ മാറ്റിയ ബീർകാരിയൊക്കെ ഇവിടുന്ന് പോയി. എന്റെ പെങ്ങളെ മാറ്റി. ഇപ്പൊ എന്റെ അയലോക്കക്കാരുടെ പുറകെ നടക്കുക. എനിക്കത് കണ്ടിട്ട് ഇപ്പൊ സഹിച്ചില്ല. അപ്പൊ എനിക്കൊരു അച്ഛനെ കൊല്ലണ്ടായിരുന്നു. പ്രാരത്തിൽ കിട്ടിയത് ഇയാളെ ഞാനാ കാച്ചിന്ന്. ഇത് പറഞ്ഞത് CITU-കാരനാ. CITU-കാരനെ ഇത്തരം ഒരു അവസ്ഥയിലേക്ക് തള്ളിവിട്ടത് പാർട്ടിയാണ്. കാരണം ഒരു ഹിന്ദു സംഘടനാ പ്രവർത്തകന് അവനിതൊക്കെ കാണുമ്പോൾ ഉണ്ടാകുന്ന വിഷമം പുറത്തറിയിക്കാൻ പല സാധ്യതകളുണ്ട്. അവന് 4 മുദ്രാവാക്യം വിളിക്കാം, 2 പ്രസംഗം കേൾക്കാം, 2 പരിപാടിക്ക് പോകാം, ഒന്ന് തടയാം. പക്ഷെ CITU-കാരന് പറ്റുമോ? അവന്റെ CITU-ന്റെ സമ്മേളനത്തിൽ ചെന്നാലും ഗർവാപ്പസിയാ പറയുക. ഹിന്ദുവിലേക്ക് മതം മാറ്റുന്നു. അവിടെ ഇരിക്കണോ അവന്റെ ഭാര്യമായ വിഷമത്തിലാവും, ചിലപ്പോ പെങ്ങളുമായ വിഷമത്തിലാവും, ചിലപ്പോ അയലോക്കക്കാരമായ വിഷമത്തിലാവും. അവന്റെ മുമ്പിലാ പറയുന്നത് ഗർവാപ്പസി. അവന്റെ ഉള്ളിൽ ഇതിങ്ങനെ ഇടിഞ്ഞു കൂടുക. എവിടുന്ന അവനൊന്നത് പുറത്തേക്ക് റിലീസ് ചെയ്യാനുള്ള സൗകര്യം? ഈ പ്രഷർ കുക്കറിന് സേഫ്റ്റി വാൾവ് മറ്റേ അനുഗ്രഹ അത് കൂടി ഒന്നാണ് ചീറ്റിപ്പോയാൽ മറ്റേ പ്രഷർ കുക്കർ പൊട്ടില്ല. നമുക്ക് അങ്ങനെ ചില സേഫ്റ്റി വാൾവുകളുണ്ട്. ഒന്നുമില്ലെങ്കിൽ ഒരു പാതിരെ കൊങ്ങയ്ക്ക് പിടിച്ച് നിർത്താം അല്ലെ. എങ്ങട്ടാ എവിടേക്കാ മതം മാറ്റാൻ പോണ? നമ്മൾ സംഘടന ചോദിക്കില്ല, കാരണം മതം മാറ്റമാണ്, അത് അരുതാത്തതാണെന്ന്. CITU-കാരന് പറ്റുമോ? അവന്റെ ഒത്താശ ചെയ്തുകൊണ്ട് മതം മാറ്റം നടക്കുമ്പോ അതിന് അനുകൂലമായി പൊതുയോഗം നടത്തുകയാണ്. വയനാട്ടിലെ 10 രൂപയ്ക്ക് വഴിയില്ലാണ്ട്, മുറിബീടിക്ക് വഴിയില്ലാണ്ട് വയനാടൻ കുന്നു കയറിയിട്ട് അവിടുത്തെ ആദിവാസിയെ വിറ്റ പണം കൊണ്ട് കോടികൾ സമ്പാദിച്ച ഒരു പാസ്റ്റർ
അയാൾ ആദിവാസി കുടിലുകൾക്ക് ഒരു ശല്യമായി മാറിയപ്പോൾ ആദിവാസികൾ പ്രതികരിച്ചപ്പോ ഈ പാസ്റ്ററുടെ പിന്നിൽ CPM-ഉം കോൺഗ്രസും പാറ പോലെ നിന്നു. നിങ്ങൾ ഞങ്ങളെ മുക്കിക്കൊല്ലാൻ നോക്കിയാൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ സംരക്ഷണം ഏറ്റെടുക്കണം, ഹൈന്ദവ സംഘടനകൾ നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും. ഇത്തരം ഒരു പ്രചരണവും നമ്മുടെ മനസ്സ് മടിപ്പിക്കില്ല. ഏത് കാസയായാലും വേണ്ടിയില്ല, പുകയില്ലാത്ത കാസയായാലും നമുക്കതിനെ പറ്റി കുഴപ്പമില്ല. എന്ത് വിഷയങ്ങൾ നിങ്ങൾ നടത്തിയാലും വിചാരിച്ച വഴിയിലൂടെ നമ്മൾ മുന്നോട്ട് പോയിരിക്കും. ജനങ്ങളുടെ പിന്തുണ ഭാരത വ്യാപകമായി ജനങ്ങളുടെ പിന്തുണ അതിനുണ്ട് എന്ന ഉറച്ച വിശ്വാസത്തിൽ തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. നിങ്ങൾ എന്ത് കോലാഹലം കാണിച്ചോളൂല്ലേ, ഡൽഹിയിൽ മറ്റേ ക്രൈസ്തവരെ ആക്രമിക്കുന്നു, പള്ളികൾ ആക്രമിക്കുന്നു, ബംഗാളിൽ കന്യാസ്ത്രീ ആക്രമിക്കപ്പെടുന്നു, എന്തൊക്കെ പുകില. ഇതിനൊക്കെ കാരണം എന്താ? ഹിന്ദുക്കൾ ഭരിക്കുന്നുണ്ട്. ഡൽഹിയിൽ കന്യാസ്ത്രീ ആക്രമിക്കപ്പെട്ടു, ബലാത്സംഗം ചെയ്യപ്പെട്ടു. നിങ്ങൾക്ക് മതമറിയാം, ജാതി അറിയാം. ഡൽഹിയിലെ തെരുവില് ബസ്സിലിട്ട് പീഡിപ്പിച്ചു കൊന്ന, നിങ്ങൾ പേര് പോലും നഷ്ടപ്പെടുത്തി നിർഭയ എന്ന പേരിൽ അവസാനിപ്പിച്ച ആ ഡൽഹി പെൺകുട്ടിക്ക് ഉണ്ടായിരുന്നു മതം. ഡൽഹി പെൺകുട്ടിക്കും മതം ഉണ്ടായിരുന്നു. നിങ്ങൾ അവളുടെ പേര് മറന്നു, മുഖം മറന്നു, മതം മറന്നു. ചെറുതുരുത്തിയില് ട്രെയിനിലിട്ട് പീഡിപ്പിച്ചു കൊന്ന സൗമ്യക്കും മതം ഉണ്ടായിരുന്നു. അവിടെയൊക്കെ നിങ്ങൾ മതം ഒളിപ്പിച്ചു വെച്ചു. 90 ദിവസം പ്രായമുള്ള കുട്ടിയെ പീഡിപ്പിക്കുമ്പോൾ ആ കുട്ടിക്കും മതമുണ്ട്. പക്ഷെ കന്യാസ്ത്രീയെ ഒന്ന് നോക്കിപ്പോയാൽ, ഒന്ന് തൊട്ടുപോയാൽ അവിടെ സ്ത്രീത്വമല്ല അപമാനിക്കപ്പെടുന്നത്, മതമാണ്. ഇതെന്ത് സൂക്കട ഇത്? ബാക്കിയുള്ളിടത്തൊന്നും മതം ഒരു വിഷയമേ അല്ല. 8000 ഉറുപ്പ്യ ഡൽഹിയിൽ ഒരു പള്ളിയിൽ പോയത്, എന്നാലും കോലാഹലാണ്. നമ്മുടെ തൃപ്രയാറപ്പന്റെ മറ്റേ തെടമ്പാ പോയത്, ഭഗവാന്റെ തെടമ്പ്, അത് ഹിന്ദു പീഡനമല്ലേ? ആയിരക്കണക്കിന് ക്ഷേത്രങ്ങൾ ആക്രമിക്കപ്പെടുന്നത് ഹിന്ദു പീഡനമല്ലേ? മോഷണം നടക്കുന്നത്. അപ്പോ അവിടെ ഒന്നും നിങ്ങൾക്ക് മതമില്ല, പക്ഷേ മറിച്ച് എല്ലാ വിഷയത്തിലും മതമുണ്ട്. അപ്പൊ എന്ത് കോലാഹലവുമായി മുന്നോട്ട് പോകാം? ഞങ്ങൾ തയ്യാർ. ആശയപരമായി, ആദർശപരമായി നിങ്ങൾ മുന്നോട്ട് വെക്കുന്ന ഏത് വെല്ലുവിളിയും ഏറ്റെടുക്കാൻ ഹൈന്ദവ സംഘടനകളും ഹൈന്ദവ സമാജവും തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട്, നിങ്ങൾ വിചാരിച്ചാൽ ഒരു ക്ഷേത്രത്തിന്റെയും നടത്തിപ്പ് ബുദ്ധിമുട്ടിക്കാൻ സാധിക്കില്ല എന്ന തിരിച്ചറിവ് നിങ്ങൾക്ക് പകർന്നു തന്നുകൊണ്ട്, AC മൊയ്തീന്മാരോ അതുപോലുള്ളവരോ അല്ല കേരളത്തിലെ ക്ഷേത്രങ്ങൾ, വടക്കാഞ്ചേരിയിലെ ക്ഷേത്രങ്ങൾ എങ്ങനെ നടത്തണമെന്ന് തീരുമാനിക്കേണ്ടത് ഇവിടുത്തെ ഹിന്ദുക്കളാണ് എന്നുള്ള തിരിച്ചറിവ് ഞങ്ങൾ നിങ്ങൾക്കുണ്ടാക്കും. അതുവരെ ധീരമായി മുന്നോട്ട് പോകാനുള്ള തീരുമാനമാണ് ഞങ്ങൾക്ക് ഇവിടെ വിളംബരം ചെയ്യാനുള്ളത്. ആ തീരുമാനത്തിനൊപ്പം ഇവിടുത്തെ മൊത്തം ജനതയും ഉണ്ടാകും എന്ന വിശ്വാസത്തോടു കൂടി ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. നിങ്ങൾക്ക് നന്ദി. വന്ദേ മാതരം.